സൂര്യഹൃദയം. രചന കർണൻ സൂര്യപുത്രൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. നീ പോവാൻ തീരുമാനിച്ചോ? അനുഭവം മീനാക്ഷിയോട് ചോദിച്ചു. കയ്യിൽ ഫോണും പിടിച്ച് ജനലഴികളിലൂടെ പുറത്തെ റോഡിലേക്ക് നോക്കിക്കൊണ്ടിരുന്ന മീനാക്ഷി അത് കേട്ടില്ല. അനുഭവം അവിടെ അടുത്തിയെന്ന് തോളിൽ തട്ടി. എടി, അവൾ ഞെട്ടിത്തിരിഞ്ഞു. എന്താ? നീ പോവാൻ തീരുമാനിച്ചോന്ന് ഷാൾ കൊണ്ട് മുഖം തുടച്ചവൾ പറഞ്ഞു. പോണം, ഞാനായിട്ട് വരുത്തി വെച്ചല്ലേ. അവളൊന്ന് ഇടവിൽപ്പെട്ടു. അനുപമ സഹതാപത്തോടെ അവളെ നോക്കി. ദിവസങ്ങളായി മീനാക്ഷി ഒന്ന് മര്യാദക്ക് ഉറങ്ങിയിട്ട്. രാത്രി മുഴുവനും ഫോണും കയ്യിൽ പിടിച്ച് കാത്തിരിപ്പാണ്. അറിയാതെ ചെയ്ത ഒരു തെറ്റ്, അതിനുള്ള ശിക്ഷയാണ് ഈ പാവ അനുഭവിക്കുന്നത്. ഞാൻ റെയിൽവേ സ്റ്റേഷൻ കൊണ്ടുവിടണോ? മീനാക്ഷി വേണ്ട എന്ന് തലയാട്ടി. ഏഞ്ചൽസ് ഹോസ്പിറ്റൽ നഴ്സുമാരാണ് അനുപമയും മീനാക്ഷിയും. വർഷങ്ങളായി ഒരേ ഹോസ്റ്റൽ മുറി പങ്കിടുന്നു. വേറൊരു റൂംമേറ്റ് കൂടെയുണ്ട്, ജിൻസി. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇനിയും വന്നിട്ടില്ല. എത്ര മണിക്കാ ട്രെയിന്? അനുപമ ചോദിച്ചു. ഉച്ചക്ക് 1:30. ബെഡിൽ ഇരുന്നുകൊണ്ട് മീനാക്ഷി മറുപടി കൊടുത്തു. അനുപമ അവിടെ അടുത്തിരുന്നു. അവളുടെ കയ്യിൽ പിടിച്ചു. ശ്രദ്ധിച്ചു പോയിട്ട് വാ, നല്ലത് നടക്കും. അവിടുത്തെ ഉടൻ വിളിക്കണം, എനിക്ക് ഡ്യൂട്ടിക്ക് ടൈമായി. മീനാക്ഷി കണ്ണുകൾ ഇറുക്കി അടച്ച്. തല വേദനിക്കുന്നുണ്ട്, അതിനേക്കാൾ ഹൃദയവേദനയും. എന്തിനായിരുന്നു ആദി നീ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ഇങ്ങനെ ശിക്ഷിക്കാനും? നൊമ്പരങ്ങളിൽ ആരംഭിച്ച് നൊമ്പരങ്ങളിൽ അവസാനിച്ചുകൊണ്ടിരിക്കുന്ന ജീവിത നാടകത്തിൽ പൂർവ്വരംഗങ്ങൾ അവളുടെ മനസ്സിലേക്ക് ഓടിയെത്തി. ദേ തള്ളേ, ഒരുമാതിരി മറ്റേ പരിപാടി കാണിക്കരുത്. കൈ ചൂണ്ടിക്കൊണ്ട് രാജൻ അലറി. മുത്തശ്ശിയുടെ പിന്നിൽ പേടിച്ചു വിറച്ചുകൊണ്ട് മീനാക്ഷി അച്ഛനെ നോക്കി. നിങ്ങളുടെ മോൾക്ക് എഴുതി വെച്ചല്ലേ ഈ വീടും പുരയിടവും? അവള് ചത്തുപോയി. ഇപ്പൊ ഇതിന്റെ അവകാശം ആരാ? അവളുടെ കെട്ടിയവനായി ഞാൻ അല്ലേ? പിന്നെതിനാ നിങ്ങളെ മാറ്റി പുറകെ നിൽക്കുന്ന അശൂലത്തിന്റെ പേരിലെഴുതി? അവള് പട്ടണത്തിൽ പോയി നല്ലോണം കാശുണ്ടാക്കുന്നുണ്ടല്ലേ? മുത്തശ്ശി ഭയമില്ലാതെ രാജനോട് പറഞ്ഞു. അതെ, ഞാനത് ഈ കൊച്ചിന്റെ പേരിൽ എഴുതി. എന്റെ സ്വത്ത് ഞാൻ ഇഷ്ടമുള്ളവർക്ക് കൊടുക്കും. നീ ആരാ ചോദിക്കാൻ? കള്ളും കുടിച്ച് പെണ്ണും പിടിച്ച് നീ നശിപ്പിച്ചൊന്നും പോരാ. അത് മാത്രമല്ല, ഇത് നിന്റെ മോളല്ലേ? രാജൻ പുച്ഛത്തോടെ ചിരിച്ചു. എന്റേതോ? എനിക്ക് ഉറപ്പൊന്നുമില്ല. രാജന്റെ കൂടെ വന്ന 2 പേർ അശ്ലീല ചിരി ചിരിച്ചു. മീനാക്ഷി ചുറ്റും നോക്കി. വേലിക്കൽ നിന്ന് വഴിയെ പോകുന്ന ചിലരൊക്കെ നോക്കുന്നുണ്ട്. അവൾക്ക് സമനില തെറ്റി. എന്റെ അമ്മയെ പറ്റി അനാവശ്യം പറയരുത്. അവൾ മുന്നോട്ട് കയറുന്ന ചീറി. കോപാകുലനായ രാജൻ അവളുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. എന്നോട് കൊരക്കുന്നോടി നീ? തടയാൻ ശ്രമിച്ച മുത്തശ്ശിയെ തള്ളി താഴെയിട്ട് അയാൾ അവളെ ചുമരിനോട് ചേർത്ത് നിർത്തി. കഴുത്തിലെ പിടിമുറുകി. കാഴ്ചക്കാരും അടുക്കുന്നില്ല. മുത്തശ്ശി ഉറക്കെ നിലവിളിച്ചു. പെട്ടെന്ന് വേലിയുടെ അടുത്തുനിന്നൊരു വിളി. ഡോ! രാജൻ അവിടെ പിടിവിടാതെ തല തിരിച്ചു നോക്കി. മരത്തടികളും കമ്പിയും കൊണ്ട് കെട്ടിയ വേലിയുടെ അപ്പുറത്തെ കൊച്ചു വീണുമ്പിൽ ഒരു ചെറുപ്പക്കാരൻ. തന്റെ കലാപരിപാടി കഴിയാറായോ? ഇല്ലെങ്കിൽ ബോളിംഗ് കുറക്കണം, ബാക്കിയുള്ളവർക്ക് ഉറങ്ങണം. പരിക്കൻ ശബ്ദം. നീ നിന്റെ പണി നോക്കടാ! രാജൻ അലറി. ചെറുപ്പക്കാരൻ വേലി ചുറ്റിയടന്ന് വന്ന് മുറ്റത്തേക്ക് കയറി. രാജൻ മീനാക്ഷിയുടെ കഴുത്തിൽ നിന്ന് കൈയെടുത്ത് കൂട്ടുകാരെ നോക്കി. അവരെന്തിനും തയ്യാറായി. നിലത്തിരുന്ന് ആഞ്ഞ് ശ്വാസം എടുത്തുകൊണ്ട് മീനാക്ഷി ആ ചെറുപ്പക്കാരനെ നോക്കി. സാമാന്യം നല്ല പൊക്കം, മെലിഞ്ഞതെങ്കിലും ആരോഗ്യവാൻ. കാവിമുണ്ടും നരച്ച കറുപ്പ് ടീഷർട്ടുമാണ് വേഷം. ചുവന്ന കണ്ണുകൾ. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന പോലെ അലങ്കോലമായ മുടി. അനുസരണയില്ലാതെ അങ്ങിങ്ങായി വളർന്ന താടിരോമങ്ങൾ. അതെ, ഇതെന്റെ കുടുംബ പ്രശ്ന. രാജക്ക, തടിയേടാക്കേണ്ട ഈ സ്ഥലം വിട്ടോ. ഇത് വേണ്ട, താങ്ങത്തില്ല. സ്വയം പറഞ്ഞുകൊണ്ട് അവൻ ആ തടി കഷ്ണം താഴെയിട്ടു. എന്നിട്ട് അവിടെയുള്ള ചീമക്കൊന്നിട്ട് ഒരു കൊമ്പ് ഒടിച്ചെടുത്തു. ഒരു കൈ കൊണ്ട് അതിലെ ഇലകളെ കുതിർത്ത് കളഞ്ഞു. പോലീസുകാരുടെ മുളവടിയേക്കാൾ കുറച്ച് വണ്ണം കൂടിയൊരു വടിയായി അത് മാറി. അവൻ അതുമെടുത്ത് മീനാക്ഷിയുടെ അടുത്ത് ചെന്നു അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. തന്റെ പേരെന്താ? അവൻ ചോദിച്ചപ്പോൾ മദ്യത്തിന്റെ രൂക്ഷമായ ഗന്ധം അവളിൽ മനംപിരട്ടലുണ്ടാക്കി. മീനാക്ഷി. ഇതാര തന്റെ? അച്ഛൻ. അവൾ പതർച്ചയോടെ പറഞ്ഞു. അങ്ങോട്ട് മാറിക്ക്. മുത്തശ്ശിയുടെ നേരെ കൈ ചൂണ്ടി അവൻ പറഞ്ഞു. അവൾ വേഗം മുത്തശ്ശിയുടെ അടുത്തേക്ക് പോയി. അടുത്ത നിമിഷം പടക്കം പൊട്ടുന്ന ശബ്ദം കേട്ടു. രാജൻ നിലത്തേക്ക് വീണു. വടി കൊണ്ടത് രാജന്റെ ചെവിയും കവിളും ചേർന്നായിരുന്നു. പാമ്പിനെ തല്ലിക്കൊല്ലും പോലെ വീണ് കിടക്കുന്ന രാജനെ അവൻ തലങ്ങും വിലങ്ങും തല്ലി. വടി ചീതറി കഷ്ണങ്ങളായി. രാജന്റെ കരച്ചിൽ അവിടെ മുഴങ്ങി കേട്ടു. പൊട്ടിയ വടി വലിച്ചെറിഞ്ഞ് അവൻ കിതപ്പോടെ കാവിമുണ്ട് മടക്കി കുത്തി. എന്നിട്ട് മുറ്റത്ത് കിടന്നിരുന്ന ഓടമടലിന്റെ ഒരു ഭാഗം ചവിട്ടി ഒടിച്ചെടുത്തു. അതും കയ്യിൽ പിടിച്ചുകൊണ്ട് രാജന്റെ കൂട്ടുകാരെ നോക്കി. എന്തേ വരുന്നില്ലേ? ചങ്ങാതി അടി കൊണ്ട് കിടക്കുമ്പോ രക്ഷിക്കാൻ വരണ്ടേ? അതല്ലേ നാട്ടു നടപ്പ്. അവരൊന്നും മിണ്ടാതെ അവനെ തന്നെ നോക്കി.
ആ കണ്ണുകളിലെ നിർവികാരത അവരെ ഭയപ്പെടുത്തി. അവൻ മുന്നിന്റെ മടക്കി കുത്തഴിച്ചിട്ട് രാജന്റെ അടുത്തിരുന്നു. അയാൾ വേദന കൊണ്ട് ഞെരങ്ങുകയാണ്. 2 കാരണം കൊണ്ടാ തന്നെ ഞാൻ തല്ലിയത്. 1, കൊച്ചുവെളുപ്പങ്കലത്തിന്റെ ഉറക്കം കളഞ്ഞു. 2, സ്വന്തം മോൾ അനാവശ്യം പറയും കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തു. 2 ഇനി ആവർത്തിക്കരുത്. എന്തോ പറയാൻ ശ്രമിക്കവേ രാജന്റെ ചതഞ്ഞ ചുണ്ടുകൾക്കിടയിലൂടെ രക്തം പുറത്തേക്ക് ഒഴുകി. എടുത്തോണ്ട് പോടാ, ചെറുപ്പക്കാരൻ രാജന്റെ കൂട്ടുകാരോട് പറഞ്ഞു. അവർ വേഗം വന്ന് അയാളെ താങ്ങി പിടിച്ച് അവർ വന്ന ഓട്ടോറിക്ഷയിൽ കയറ്റി. പൊടി പറത്തിക്കൊണ്ട് ഓട്ടോ പാഞ്ഞുപോയി. എഴുന്നേറ്റ് നിന്ന് അവർ റോഡിലെ കാഴ്ചക്കാരെ അയൽവക്കക്കാരെയും നോക്കി. നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം. ഇത്രയും നടന്നിട്ടും സിനിമ കാണും പോലെ നോക്കിൽക്കാനും ഒരു തൊലിക്കട്ടി വേണം. ആൾക്കാർ പിരിഞ്ഞുപോയി തുടങ്ങി. ഒരുപാട് നന്ദിയുണ്ട് മോനെ, മുത്തശ്ശി അവനോട് പറഞ്ഞു. അവൻ പരിഹാസിച്ചിട്ട് ചിരിച്ചു. മാസം 3500 രൂപ വാടക എണ്ണി കൊടുക്കുന്നുണ്ട്. മനസ്സമാധാനത്തോട് ഉറങ്ങാൻ വധിച്ചാ വലിയ ഉപകാരമായനെ. ഓലമടൽ വലിച്ചെറിഞ്ഞ് അവൻ വീട്ടിലേക്ക് നടന്നു പോന്ന് മീനാക്ഷി നോക്കി നിന്നു. ഇത്രയും നേരം കൺമുമ്പിൽ എന്താണ് നടന്നത്? അവൾ വല്ലാത്തൊരു വിഭ്രാന്തിയിലായി. മുത്തശ്ശി അവളുടെ കഴുത്തിൽ കുഴമ്പുരട്ടുകയായിരുന്നു. അവൾക്ക് നല്ല വേദനയുണ്ട്. ആരാ മുത്തശ്ശി അത്? അപ്പുറത്തെ വീട്ടിലെ പുതിയ താമസക്കാരനാ. കുറച്ചു ദിവസേ ആയിട്ടുള്ളൂ. കുഴമ്പ് കുപ്പിയുടെ അടപ്പിട്ടുകൊണ്ട് മുത്തശ്ശി പറഞ്ഞു. ആ ഗ്രാമത്തിലെ സംഭവവികാസങ്ങൾ കാര്യമായിട്ടൊന്നും മീനാക്ഷി അറിയാറില്ല. 2 മാസം കൂടുമ്പോൾ ഏതാനും ദിവസങ്ങൾ മാത്രമേ അവൾ ഹോസ്റ്റലിൽ നിന്ന് അവിടെ വരാറുള്ളൂ. അമ്മയുടെ മരണശേഷം അവളെ ആ നാടുമായി ബന്ധിപ്പിച്ചിരുന്ന ഏക കണ്ണി മുത്തശ്ശിയാണ്. അമ്മയുടെയും അച്ഛൻ്റെയും കൂടെ അങ്ങ് ദൂരം മലയടിവാരത്തിലായിരുന്നു അവൾ വളർന്നത്. നേഴ്സിംഗ് പഠനം ടൗണിലും. രോഗബാധിതയായ അമ്മ മരിച്ച ശേഷം അവൾക്ക് ആ വീടൊരു നരകമായി. എന്നും അച്ഛൻ്റെ കൂടെ കള്ളുകുടിക്കാൻ വരുന്നവരുടെ നോട്ടം തൻ്റെ ശരീരത്തിലാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. എപ്പോൾ വേണമെങ്കിലും വേട്ടയാടപ്പെടാമെന്ന തോന്നൽ വന്നപ്പോൾ അവൾ മുത്തശ്ശിയുടെ അടുത്തേക്ക് വന്നു. പിന്നെ ഇവിടെ നിന്നിട്ടാണ് പഠനം പൂർത്തിയാക്കിയത്. ജോലി ചെയ്യുന്ന ഹോസ്പിറ്റൽ ദിവസേന പോയി വരാൻ പറ്റാത്തതുകൊണ്ട് ഹോസ്റ്റലിൽ നിൽക്കുന്നു. മാധവിയമ്മേ, അടുക്കള ഭാഗത്തുനിന്നൊരു സ്ത്രീ ശബ്ദം. ആ കേറി വാ സതി, മുത്തശ്ശി വിളിച്ചു പറഞ്ഞു. അടുത്ത വീട്ടിലെ സീത ചേച്ചി വേവലാതിയോടെ കയറി വന്നു. ഞാൻ സൊസൈറ്റിയിൽ പാലുകൊടുക്കാൻ പോയതാ. വന്നപ്പോൾ അമ്മയാ പറഞ്ഞു ഇവിടുത്തെ കാര്യങ്ങൾ. വേദനയുണ്ടോ മോളെ? സതി മീനാക്ഷിയുടെ കഴുത്തിൽ മെല്ലെ തൊട്ടു. അയൽവാസികളിൽ കുറച്ചെങ്കിലും മനുഷ്യത്വമുണ്ടെന്ന് അവൾക്ക് തോന്നിയത് സതി ചേച്ചിയിൽ മാത്രമാണ്. ആരുമില്ലാത്തപ്പോൾ മുത്തശ്ശിയുടെ ആശ്രയം അവരാണ്. അംഗനവാടി ടീച്ചറാണ് സതി. ഭർത്താവ് മരിച്ചു. ഒരു മകൻ വിദേശത്ത് ജോലി ചെയ്യുന്നു. അവരും അമ്മയും മാത്രമാണ് വീട്ടിൽ. ആ ഇപ്പൊ വേദന കുറവുണ്ട് ചേച്ചി, അവൾ പറഞ്ഞു. റോഡിൽ മീൻ വിൽപ്പനക്കാരന്റെ ഹോണടി കേട്ടപ്പോൾ മുത്തശ്ശി അങ്ങോട്ട് നടന്നു. സതി ചേച്ചി, ആരാ പുതിയ വീട്ടിലെ താമസക്കാരൻ? അതോ ആദിത്യൻ, ഒരു തലതെറിച്ചവനാ, സതി ചുണ്ടുകൾ കൂട്ടി പറഞ്ഞു. എപ്പോൾ നോക്കിയാലും കള്ളും കുടിച്ച് ബോധമില്ലാതെ നടപ്പ്. കിഴക്കേ തെരുവിലെ എഞ്ചിനീയർ മോഹൻദാസിന്റെ ഒരേ ഒരു മകനാ. വലിയ കുടുംബക്കാരാ. പറഞ്ഞിട്ടെന്താ, കുടുംബം മുടിപ്പിക്കാൻ ഇതുപോലെണ്ണം മതിയല്ലോ. തല്ലും പിടിയും. പിന്നെ ഏതോ പെണ്ണീസിൽ ജയിലൊക്കെ കിടന്നിട്ടുണ്ടെന്നൊക്കെയാ നാട്ടുകാർ പറയുന്നേ. ഇവിടേക്ക് താമസാക്കിയിട്ട് അത്രേ ആയുള്ളൂ. ആരോടധികം സംസാരിക്കില്ല. കരിങ്കൽ കോറിയില പണി. എന്നാലും നിന്നെ അവർ രക്ഷിച്ചു എന്നില്ല. എനിക്ക് അത്ഭുതം. എന്നായാലും അധികം അടുപ്പം കാട്ടണ്ട. മുടിയനായ പുത്രനാണത്, സതി പറഞ്ഞു നിർത്തി. എന്നിട്ട് പുറത്തേക്ക് പോയി. മീനാക്ഷി ജനൽ തുറന്നിട്ടു. കാറ്റകത്തേക്ക് ഇരച്ചു കയറി. അവൾ ആ കൊച്ചു വീട്ടിലേക്ക് നോക്കി. ആരെയും കാണുന്നില്ല. അടച്ചുപൂട്ടിയ ജനലുകളും വാതിലും. ആദിത്യൻ, മുടിയനായ പുത്രൻ, അവൾ മെല്ലെ പറഞ്ഞു. എന്തിനോ അവളുടെ ചുണ്ടുകളിൽ ഒരു പുൻസിരി വിടർന്നു. തണുത്ത കാറ്റ് അവളുടെ ദേഹത്ത് ഇക്കിളി കൂട്ടി. പിറ്റേ ദിവസം ഉച്ചയ്ക്ക് പറമ്പിലൂടെ വെറുതെ നടക്കുകയായിരുന്നു മീനാക്ഷി. അലക്ഷ്യമായി ചുറ്റും കണ്ണോടിക്കുന്നതിനിടെ ആദിത്യനെ കണ്ടു. അവന്റെ വീടിന് പിന്നാമ്പുറത്ത് വയലാണ്. ആ വയലിലേക്ക് ചാഞ്ഞു കിടക്കുന്ന പേരമരത്തിൽ നിന്നും പേരക്ക പറിക്കാനുള്ള ശ്രമത്തിലാണ്. കാലു തന്നെ വയലിലേക്ക് വീഴാൻ പോയപ്പോൾ അവൻ പേരക്കൊമ്പിൽ പിടിച്ച് തിരിഞ്ഞതും അവളെ കണ്ടു. അവളൊന്ന് ചിരിച്ചു. പക്ഷേ അവന്റെ മുഖത്ത് ഭാവഭേദമൊന്നും ഉണ്ടായില്ല. പാകമായി നിൽക്കുന്ന വലിയ 2 പേരക്ക അവൻ പറിച്ചെടുത്തു. അവൾക്ക് വല്ലാത്ത കൊതി തോന്നി. അവനോട് ചോദിക്കാനൊരു പേടി. പെട്ടെന്ന് അവനൊരു പേരക്ക വേലിയുടെ മുകളിലൂടെ അവൾക്ക് നീട്ടി. ചമ്മലൊന്നും കൂടാതെ അവളത് വാങ്ങി. താങ്ക്സ്. അവനൊന്നും മിണ്ടിയില്ല. ഷർട്ടിന്റെ തുമ്പിൽ പേരയ്ക്കൊന്ന് തുടച്ച് ഒരു കടി കടിച്ചു. പിന്നെ നടന്ന മീനാക്ഷി തീരെ പ്രതീക്ഷിക്കാത്ത ഒന്നായിരുന്നു. തെങ്ങിൻ ചുവട്ടിൽ നിന്ന് അവൻ മദ്യക്കുപ്പിയെടുത്ത് വായിലേക്ക് അമിഴ്ത്തി. എന്നിട്ട് പേരക്ക ഒന്നുകൂടെ കടിച്ചു. മീനാക്ഷിക്ക് എന്തെന്നില്ലാത്ത അരീശം വന്നു. ഇന്നലെ സഹായിച്ചതിന് നന്ദി പറയണമെന്നും ഒന്ന് പരിചയപ്പെടണമെന്ന് കരുതി അടുത്തു വന്നതാ. ഒരു ഉളുപ്പുമില്ലാതെ ഒരു പെണ്ണിന്റെ മുന്നിൽ നിന്ന് മദ്യപിക്കുന്നു. അപ്പൊ ഇതിനായിരുന്നോ ഇത്രയും കഷ്ടപ്പെട്ട് പേരൊക്കെ പറിച്ച്? തെമ്മാടി, പതുക്കെ പറഞ്ഞുകൊണ്ട് അവൾ തിരിഞ്ഞു കിടന്നു. അതെ, വല്ലതും പറഞ്ഞായിരുന്നോ? അവൻ വിളിച്ചു ചോദിച്ചു.
അല്ല, നല്ല പേരക്കാന്ന് പറഞ്ഞ അവൾ പിന്നോട്ട് നോക്കാതെ പറഞ്ഞു. അടുക്കളപ്പടിയിലിരുന്ന് പേരക്ക തിന്നുമ്പോൾ മുത്തശ്ശി അടുത്തു വന്നു. ഇത് എവിടുന്നാ മോളെ? മുടിയനായ പുത്രൻ തന്നതാ. മുത്തശ്ശി അവളുടെ തലയിലൊന്ന് കൊട്ടി. വേണ്ടാതീനം പറയുന്നു. ഇന്നലെ ആ മോൻ വന്നിട്ടില്ലെങ്കിൽ കാണായിരുന്നു. ഇത്രയും പേര് നോക്കിയിരുന്നിട്ടും ഒരാളെങ്കിലും നിന്റെ അച്ഛനെ തടഞ്ഞോ? അവൾ മിണ്ടിയില്ല. ശരിയാണ്, എല്ലാവരും കാഴ്ച കണ്ട് നിന്നതേയുള്ളൂ. വായുവിൽ സീൽക്കാരത്തോടെ പുളയുന്ന മരക്കമ്പ് മനസ്സിൽ തെളിഞ്ഞു. അച്ഛനെ തല്ലുമ്പോൾ അവന്റെ മുഖത്ത് കോപമല്ല, ഒരുതരം നിർവികാരതയാണ് ഉണ്ടായിരുന്നത്. അത് വല്ലാതെ ഭയപ്പെടുത്തുന്നതുമായിരുന്നു. ശരിക്കും ഇയാൾ ആരാണ്? വൈകിട്ട് മീനാക്ഷി ടൗണിലേക്ക് പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങി. കൂട്ടത്തിൽ മുത്തശ്ശിക്ക് ഒരു പുതിയ കണ്ണടയും. 1-2 പഴയ കൂട്ടുകാരെ കണ്ട് സംസാരിച്ചിരുന്നതിനാൽ സമയം പോയത് അറിഞ്ഞില്ല. നാട്ടിലേക്കുള്ള ലാസ്റ്റ് ബസ് മാത്രമാണ് കിട്ടിയത്. കവലയിൽ ബസ് ഇറങ്ങിയപ്പോൾ കടകളൊക്കെ അടച്ചിരുന്നു. വീട്ടിലേക്ക് കുറച്ച് പോവാനുണ്ട്. ഒറ്റ ഓട്ടോ പോലുമില്ല. സ്ട്രീറ്റ് ലൈറ്റിന്റെ വെട്ടം മാത്രം. റോട്ടിൽ അങ്ങിങ്ങ് തെരുവ് പട്ടികളും. അവൾക്ക് വല്ലാത്ത ഭയം തോന്നി. ഇവിടുന്ന് വലതുവശത്തുള്ള മൺപാതയിലൂടെ പോകണം. പെട്ടെന്ന് പിന്നിലാരുടെയോ കാൽപെരുമാറ്റം. അവൾ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. സിഗരറ്റ് പുകച്ചുകൊണ്ട് ആദിത്യൻ. നന്നായി മദ്യപിച്ചിട്ടുണ്ടെന്ന് വ്യക്തം. മീനാക്ഷിക്ക് ആശ്വാസവും അതോടൊപ്പം പേടിയും തോന്നി. അവൻ അവളെ ശ്രദ്ധിക്കാൻ നടന്നു. പക്ഷേ നടത്തത്തിന്റെ വേഗം കുറഞ്ഞിരുന്നു. അത് തനിക്കുള്ള ക്ഷണമാണെന്ന് മനസ്സിലാക്കി മീനാക്ഷി കുറച്ച് അകലം വിട്ട് അവന്റെ പിന്നാലെ നടന്നു. മൺപാതയിൽ പ്രവേശിച്ച ഉടനെ അവൻ പോക്കറ്റിൽ നിന്ന് മൊബൈൽ എടുത്ത് ടോർച്ച് ഓൺ ചെയ്തു. ഇടയ്ക്കിടക്ക് അതിന്റെ വെട്ടം പിന്നോട്ട് കാട്ടി. വിചാരിച്ചത്ര ക്രൂരനൊന്നുമില്ലെന്ന് അവൾക്ക് തോന്നി. എൻ്റെ പേര് മീനാക്ഷി, അവൾ പറഞ്ഞു. അവനൊന്നും മിണ്ടിയില്ല. താങ്ക്സ് കേട്ടോ. എന്തിന്? എന്നെ രക്ഷിച്ചേന്. സ്വന്തം തന്തയെ തല്ലിയതിന് നന്ദി പറയുന്ന ആദ്യത്തെ മകൾ നീയായിരിക്കും. ഗൗരവത്തിലാണ് അവൻ പറഞ്ഞു. പക്ഷേ മീനാക്ഷി പൊട്ടിച്ചിരിച്ചു. അവൻ നടത്തം നിർത്തി. എന്നിട്ട് തിരിഞ്ഞു നിന്നു. ഞാനെന്തെങ്കിലും കോമഡി പറഞ്ഞോ ഇങ്ങനെ വിളിക്കാൻ? മീനാക്ഷിക്ക് ദേഷ്യം വന്നു. ഇയാളെന്താ ഇങ്ങനെ? ഞാൻ എത്ര നല്ല രീതിയിലാണ് സംസാരിച്ച്. എന്തു പറഞ്ഞാലും കടിച്ചു കീറാൻ വരുന്നു. എന്നോട് മിണ്ടാൻ ഞാൻ പറഞ്ഞോ? എന്നെ പറ്റി ആരോടെങ്കിലും അന്വേഷിച്ച് നോക്ക്. കള്ളുകൂടിയൻ, പെണ്ണുകൂടിയൻ. എന്നോട് താൻ സംസാരിക്കുന്ന ആരെങ്കിലും കണ്ട ചീത്ത പേര് തനിക്കാ. അവൾ ആ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കി. സ്നേഹമോ കരുണയോ കോപമോ ഒന്നും അവിടെയില്ല. അവൻ നടത്തം തുടങ്ങി. അവൾ നിന്നിടത്ത് നനങ്ങിയില്ല. അവൻ തിരിച്ചു വന്നു. എടി പെണ്ണേ, വരുന്നീ വാ. ഇവിടെ ഒറ്റയ്ക്ക് നിന്നിട്ട് നിന്നെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താ അതും എൻ്റെ തലയിൽ വീഴും. അല്ലെങ്കിലേ കാമഭ്രാന്തൻ എന്ന പേരുണ്ട്. അവൾ അവനെ തന്നെ തുറിച്ചു നോക്കി. എന്നിട്ട് മുന്നോട്ട് നടന്നു. അച്ഛനെ തലയിൽ സന്തോഷിക്കുന്ന മോള് തന്നെയാണ് ഞാൻ. അയാളുടെ ചവിട്ടുകൊണ്ട് അടിവറും പൊത്തിപ്പിടിച്ച് കരയുന്ന അമ്മയെ കണ്ടു വളർന്ന എനിക്ക് അതിനെ കഴിയും. അയാൾ കാരണം എൻ്റെ അമ്മ നിത്യരോഗിയായതും എന്നെ വിട്ടു പോയതും. അങ്ങനെ ഒരു മനുഷ്യൻ എനിക്ക് സ്നേഹിക്കാൻ കഴിയുമോ? പിന്നെ ഇയാൾ പെണ്ണുപിടിയിലാണോ കാമഭ്രാന്തനാണെന്ന് എനിക്കറിയില്ല. എന്നോടുള്ള സമീപനത്തിൽ നിന്നല്ലേ അതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. നാട്ടുകാർ പറയുന്ന അപ്പാടെ വിഴുങ്ങുന്ന ഒരാളല്ല ഞാൻ. അവൻ വീണ്ടും ഒരു സിഗരറ്റ് കൊളുത്തി. താൻ വിശ്വസിക്കണം, അതാണ് സത്യം. ഞാനൊരു പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചിട്ടുണ്ട് പലതവണ. ആ കേസിൽ ജയിലിൽ കിടന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്നോട് സംസാരിച്ചാൽ തനിക്കാ മോശം. അപ്പോഴേക്കും വീടെത്തിയിരുന്നു. അവൻ നടന്നു പോയിട്ടും ആ വാക്കുകൾ അവളുടെ ചെവിയിൽ മുഴങ്ങി. എത്ര ലാഘവത്തോടെയാണ് അവൻ പറഞ്ഞത് ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ടെന്ന്. അവൾക്ക് കോപം ഇരച്ചു കയറി. അവൻ്റെ വീട്ടിൽ കയറി എന്തെങ്കിലും കൊണ്ട് ആ തല തല്ലിപ്പൊളിക്കാൻ അവൾക്ക് തോന്നി. രാത്രി കിടന്നിട്ട് അവൾക്ക് ഉറക്കം വന്നില്ല. ആദിത്യനോടുണ്ടായിരുന്ന ചെറിയൊരു അലിവ് ഇല്ലാതെയായി. പകരം വെറുപ്പ് നിറഞ്ഞു. ഇത്തരത്തിൽ ഒരുത്തനാൽ രക്ഷപ്പെടുന്നതിന് പകരം അച്ഛൻ്റെ കൈകൊണ്ട് ചാവുന്നതായിരുന്നു നല്ലതെന്ന് അവൾക്ക് തോന്നി. ലീവ് തീർന്ന് തിരിച്ചു പോവുകയാണ് മീനാക്ഷി. കവലയിൽ ബസ് കയറാൻ നിൽക്കുമ്പോൾ വെയിറ്റിംഗ് ഷെഡിന് പുറകിൽ നിന്ന് സിഗരറ്റ് വലിക്കുന്ന ആദിത്യനെ കണ്ടു. അവൾ പകയോടെ മുഖം തിരിച്ചു. അന്നത്തെ രാത്രി അവൻ പറഞ്ഞ വാക്കുകൾ മനസ്സിൽ തികട്ടി വന്നു. ബസ് വന്ന് നിന്നപ്പോൾ അവൾ കയറി. സീറ്റിന് തിരയുമ്പോൾ പിന്നിൽ നിന്നൊരു വിളി. മീനി ചേച്ചി. അവൾ നോക്കി. നിറഞ്ഞ ചിരിയോടെ ഒരു പെൺകുട്ടി, നല്ല മുഖപരിചയം. അവൾ അടുത്തിരിക്കാൻ വിളിക്കുകയാണ്. മീനാക്ഷി അവിടെ അരികിലിരുന്നു. മുൻവശത്തെ ഡോർ വഴി ആദിത്യനും ബസ്സിൽ കയറി. മീനി ചേച്ചിക്ക് എന്നെ മനസ്സിലായില്ലേ? എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഞാൻ രമ്യ. ഞാൻ നിങ്ങളുടെ ഹോസ്പിറ്റലിൽ കുറേ കാലം ഉണ്ടായിരുന്നു. ആക്സിഡന്റ് കേസ്. ചേച്ചിയാ അന്ന് എന്നെ കൂടെ നിന്ന് നോക്കിയത്. ഇത്ര പെട്ടെന്ന് മറന്നു അല്ലേ? അവൾ പരിഭവിച്ചു. മീനാക്ഷിക്ക് ആളെ മനസ്സിലായി. രാത്രികളിൽ വേദന കൊണ്ട് പിടയുമ്പോൾ അവളെ ആശ്വസിപ്പിച്ചതും കൊച്ചു കൊച്ചു തമാശകൾ പറഞ്ഞ് ചിരിപ്പിക്കാൻ ശ്രമിച്ചത് ഓർമ്മ വന്നു. ആഹാ, മോളായിരുന്നില്ലേ? സോറി, എനിക്ക് മനസ്സിലായില്ല. നീ അങ്ങ് തടിച്ചു പോയല്ലോ. വിശേഷങ്ങൾ പറയുന്നതിനിടെ ആദിത്യം നോക്കുന്ന അവൾ കണ്ടില്ലെന്ന് അടിച്ചു. അവൻ മെല്ലെ അടുത്തേക്ക് വന്നു. മീനാക്ഷിക്ക് വെറുപ്പും ഭയമൊക്കെ ഒരുമിച്ച് വന്നു. എന്നാൽ അവൻ അവളെ ശ്രദ്ധിച്ചതേയില്ല. രമ്യമോള്, അവൻ സ്നേഹത്തോടെ വിളിച്ചു. മീനാക്ഷിയോട് സംസാരിച്ചുകൊണ്ടിരുന്ന രമ്യ തലതിരിച്ച് നോക്കി. ആദ്യേട്ടൻ? അവൾ ഞെട്ടലോടെ വിളിച്ചു. നീ എവിടെ പോവാ മോളെ?
റെയിൽവേ സ്റ്റേഷനിൽ ആലപ്പുഴയിൽ ആൻറ്റിയുടെ വീട്ടിലേക്ക് പോയേട്ടാ, രമ്യ ബഹുമാനത്തോടെ പറഞ്ഞു. ഒറ്റക്കോ? അല്ല, അമ്മയച്ഛൻ അവിടെ എത്തും. അവർ ബാങ്കിൽ പോയതാ. രഞ്ജു നാട്ടിലുണ്ടോ? ഇല്ല, ബഹ്റൈനില്ല. അടുത്ത വർഷം വരും. ശരി, ഞാൻ പോട്ടെ. അവൻ തലയാട്ടിക്കൊണ്ട് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി. നിനക്കെങ്ങനെയാ മോളെ അയാൾ പരിചയം? മീനാക്ഷി ചോദിച്ചു. ചേച്ചിക്ക് ആദ്യേട്ടൻ അറിയോ? ആ, അടുത്ത വീട്ടിൽ വാടക താമസിക്കുക. എൻ്റെ ഏട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു, സ്കൂൾ മുതൽ കോളേജ് വരെ. ഇയാൾ കോളേജിലൊക്കെ പോയിട്ടുണ്ടോ? എൻ്റെ ചേച്ചി ഒരു MBA-കാരനാ പുള്ളി. നന്നായിട്ട് പാടും, കവിതകൾ എഴുതും. അങ്ങനെ എന്തുണ്ടായിട്ടെന്താ, ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചാനല്ലേ എന്ന് ആര് പറഞ്ഞു? രമ്യ ദേഷ്യപ്പെട്ടു. നിന്റെ ആദ്യേട്ടൻ തന്നെ, മീനാക്ഷി പുച്ഛത്തോടെ പറഞ്ഞു. ചെയ്യാത്ത കുറ്റത്തിന് 1.5 വർഷം ജയിലിൽ കിടന്നയാളാ ആ പാവം. ഇപ്പോഴും എല്ലാവരും ചേർന്ന് ചവിട്ടി മെതിക്കാനുള്ള ദൈവമേ. രമ്യ തലയിലടിച്ചു. ആദ്യേട്ടനൊരു പെണ്ണ് ഇഷ്ടത്തിലായിരുന്നു. ഏകദേശം കല്യാണത്തിന്റെ വക്കീലെത്തിയിരുന്ന. അപ്പോഴവൾക്ക് വേറെ മോശം ബന്ധമുണ്ടെന്ന് ഏട്ടൻ അറിഞ്ഞ് അത് വലിയ പ്രശ്നമായി. അവളുമായിട്ട് പിരിഞ്ഞു. ആ വാശിക്ക് ആ പെണ്ണ് പരാതി കൊടുത്തു. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന്. അങ്ങനെയാ ആദ്യേട്ടൻ ജയിലിൽ കിടന്നു. നിരപരാധിത്വം തെളിഞ്ഞ് പുറത്തിറങ്ങിയ ശേഷം ആളാകെ മാറി. ആരോടും മിണ്ടാതെയായി. മദ്യപാനം. പിന്നെ എപ്പോഴോ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നാരോ പറഞ്ഞു കേട്ടു. അതിനുശേഷം ഇന്നാ കാണുന്നു. മീനാക്ഷി തരിച്ചിരിക്കുകയായിരുന്നു. രമ്യ അവളുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി ഒരു നമ്പർ ഡയൽ ചെയ്തു. ചേച്ചി, എൻ്റെ നമ്പറിലേക്ക് മിസ്സടിച്ചിട്ടുണ്ട്, വിളിച്ചോളാം. അടുത്ത സ്റ്റോപ്പിൽ ഞാൻ ഇറങ്ങും കേട്ടോ. അവളൊന്നും മിണ്ടിയില്ല. രമ്യ ഇറങ്ങിയതും ബസ് മുന്നോട്ടെടുത്തൊന്നും അവൾ അറിഞ്ഞില്ല. ചെയ്യാത്ത തെറ്റിന് ലോകം മുഴുവൻ പഴിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ മുഖം മാത്രമായിരുന്നു മനസ്സിൽ. അവൾ അറിയാതെ കുറ്റബോധം കണ്ണുനീർ ചാലുകളായി ഒഴുകിയിറങ്ങി. ബോട്ടിലിൽ അവശേഷിച്ച അവസാന തുള്ളി മദ്യവും തീർത്ത സംതൃപ്തിയിൽ കസേരയിലേക്ക് ചാഞ്ഞുകിടക്കുകയാണ് ആതിഥ്യൻ. കുറെ നേരമായി ഫോൺ അടിക്കുന്നു. അറിയാത്ത നമ്പരാണ്. സഹികെട്ടവൻ എടുത്തു. ഹലോ, ആരാ ഇത്? ആദിത്യൻ. ഒരു സ്ത്രീ ശബ്ദം. ആ, നിങ്ങളാരാ? ഞാൻ മീനാക്ഷി. പതിഞ്ഞ സ്വരം. ഏത് മീനാക്ഷി? അവൻ കടുപ്പത്തിൽ ചോദിച്ചു. അടുത്ത വീട്ടിലെ. ഇവിടെ അടുത്ത് നിറയെ വീടുകളുണ്ട്. അവിടേക്ക് ആരാ എന്തെന്നും എനിക്കറിയില്ല. ഒരു നിമിഷത്തെ നിശബ്ദത. അച്ഛനെ തല്ലിയതിന് ഇയാളോട് നന്ദി പറഞ്ഞ മീനാക്ഷി. ഇപ്പൊ മനസ്സിലായോ? അപ്പുറത്തെ സ്വരത്തിൽ ചെറിയൊരു ദേഷ്യം കറന്നിട്ടുണ്ടെന്ന് അവൻ തിരിച്ചറിഞ്ഞു. തനിക്കിപ്പോൾ എന്താ വേണ്ടത്? എന്നെ നമ്പർ കിട്ടി. ഒരു സോറി പറയാൻ വിളിച്ചതാ. എന്തിന്? ഇയാളെപ്പറ്റി മോശമായിട്ട് ചിന്തിച്ചു, അതിന്. പിന്നെ നമ്പരെന്ന് ഇയാളുടെ കൂട്ടുകാരൻ രഞ്ജുവിൻ്റെ അനിയത്തി രമ്യ. ആദിത്യനൊന്ന് ചിരിച്ചു. എന്നെപ്പറ്റി ആരും നല്ല ചിന്തിക്കണ്ട, അതെനിക്ക് ഇഷ്ടമല്ല. അതേ മാഷേ, നിങ്ങളുടെ കഥ അറിഞ്ഞുള്ള സഹതാമൂത്തിട്ട് വിളിച്ചതൊന്നല്ല. എന്തോ എനിക്ക് സോറി പറയാൻ തോന്നി, അത്രയേ ഉള്ളൂ. പിന്നെ പറ്റുമെങ്കിൽ ഒരു ഉപകാരം ചെയ്യണം. മുത്തശ്ശി വിളിച്ചിട്ട് കിട്ടുന്നില്ല, ഒന്ന് അന്വേഷിക്കോ? സാധിച്ചേച്ചി നാട്ടിലില്ലാത്തതുകൊണ്ടാണ്, വേറെ ആരും സഹായിക്കാനില്ല. ഞാൻ ആർക്കും സഹായം ചെയ്യാറില്ല, വെച്ചിട്ട് പോകച്ചേ. അവൻ കട്ട് ചെയ്തു. അങ്ങ് ദൂരെ ഹോസ്പിറ്റൽ ബെഡിൽ കിടന്ന് മീനാക്ഷി പുൻസിരിയോടെ ഫോണിൽ നോക്കി. അവൾക്കിപ്പോൾ എല്ലാം അറിയാം. രമ്യ വിശദമായി പറഞ്ഞിരുന്നു. എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്ന ചെറുപ്പക്കാരൻ, ഒരു ദുശീലങ്ങളും ഇല്ലാത്തവൻ, എല്ലാവർക്കും എന്ത് ഉപകാരങ്ങൾ വേണമെങ്കിലും ചെയ്യുന്നവൻ, നന്നായി പാടും എഴുതും. അങ്ങനെയൊക്കെയായിരുന്നു ആദിത്യൻ. സാമ്പത്തികമായി നല്ല രീതിയിലുള്ള ഒരു കുടുംബം. ആ സമയത്താണ് സ്മിതയുമായിട്ടുള്ള പ്രണയം. എല്ലാവർക്കും അസൂയായിരുന്നു അവരോട്. കുറേ എതിർപ്പുകൾ ഉണ്ടായിരുന്നെങ്കിലും അവസാനം വീട്ടുകാർ സമ്മതം മൂളി. പക്ഷേ എല്ലാം മാറി മറിഞ്ഞു. ഒരു റിസോർട്ടിൽ വെച്ച് സ്മിതയെ അവളുടെ കുടുംബത്തിൽ നിന്നുള്ള ഒരാളെയും കാണാൻ പറ്റാത്ത രീതിയിൽ ആദിത്യൻ കണ്ടു. ആദ്യമൊക്കെ പ്രതിരോധിച്ചെന്നെങ്കിലും അവസാനം അവൾ സമ്മതിച്ചു. അവർ തമ്മിൽ ബന്ധമുണ്ടായിരുന്നു. ഭാര്യയും കുട്ടികളൊക്കെയുള്ള മധ്യവയസ്കനായിരുന്നു അയാൾ. അതോടെ ആദിത്യൻ്റെ ഹൃദയം തകർന്നു. അവനെല്ലാം അവസാനിപ്പിച്ചു. പക്ഷെ അവൾ വിട്ടില്ല. വിവാഹത്തിൽ നിന്ന് ആദിത്യൻ പിന്മാറിയാൽ അതിൻ്റെ കാരണം പുറത്തു വരും. അങ്ങനെ വന്നാൽ എല്ലാവരുടെ മുമ്പിലും പരിഹാസപാത്രമാവും. ഒടുവിൽ അവൾ കണ്ടുപിടിച്ച വഴിയായിരുന്നു കേസ് കൊടുക്കുക എന്നത്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നായിരുന്നു പരാതി. ഒത്തുതീർപ്പുകളെല്ലാം ആദിത്യൻ നിഷേധിച്ചു. പിന്നെ ജയിൽവാസം. നിരപരാധിത്വം തെളിയാൻ 1.5 വർഷത്തോളം എടുത്തു. അതോടെ അവൻ പുതിയൊരാളായി, തികച്ചും വ്യത്യസ്തനായ ഒരാൾ. ഹോസ്റ്റലിന്റെ ടെറസിൽ കഴുകിയ തുണിയിൽ വിരിച്ചിരിക്കുകയായിരുന്നു മീനാക്ഷി. അനുഭവം അങ്ങോട്ട് കയറി വന്നു. എടി, നിന്റെ ഫോൺ കുറേ നേരമായിട്ട് അടിക്കുന്നു. ആരാ? മുത്തശ്ശിയാ. മീനാക്ഷി വേഗം കൈകൾ നെറ്റിയിൽ തുടച്ച് ഫോൺ വാങ്ങി. ഹോ, മുത്തശ്ശീനെ പേടിപ്പിച്ചല്ലോ. എന്നെ വിളിച്ചിട്ട് കിട്ടാണ്ടിരുന്നേ. എൻ്റെ മോളെ, ഒന്നും പറയണ്ട. ഈ കുന്ത്രാണ്ണ കയ്യിൽ നിന്ന് നിലത്ത് വീണു. ഇതിൻ്റെ ചില്ലൊക്കെ പൊട്ടി. നിന്നെ എങ്ങനെ വിളിക്കുമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാ അപ്പുറത്തെ വീട്ടിൽ ആ കുഞ്ഞിങ്ങോട്ട് വന്ന്. അവനിത് എവിടെയോ കൊണ്ടുപോയി ശരിയാക്കി തന്നു. എന്നിട്ട് അവൻ്റെ നമ്പരും തന്നു. എന്തേലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോളാൻ പറഞ്ഞു. കാശ് കൊടുത്തിട്ട് വാങ്ങിയുമില്ല. മുത്തശ്ശി പിന്നെയും എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. അതൊക്കെ അവ്യക്തമായിട്ടാണ് മീനാക്ഷി കേട്ടുകൊണ്ടിരുന്നത്. അവളുടെ മനസ്സിൽ ആദിത്യൻ്റെ രൂപം നിറഞ്ഞു നിന്നു. മുത്തശ്ശി ഫോൺ വെച്ചതിന് ശേഷം അവൾ ഫേസ്ബുക്ക് തുറന്നു.
അത്യാവശ്യം കഥയും കവിതയും ഒക്കെ അവൾ എഴുതാറുണ്ട്. കുറച്ചുനേരം വാളിൽ നോക്കിയിരുന്ന ശേഷം അവൾ ആദ്യം സെർച്ച് ചെയ്തു. ഒരുപാട് പേരുകൾക്കിടയിൽ അവൾ അവനെ കണ്ടെത്തി. ഫ്രണ്ടല്ലാത്തതുകൊണ്ട് പോസ്റ്റുകളൊന്നും കാണാൻ പറ്റുന്നില്ല. പ്രൊഫൈൽ പിക്ചറുള്ള അവനും ഇപ്പോഴുള്ള രൂപവും തമ്മിൽ ഒരു സാമ്യവും ഉണ്ടായിരുന്നില്ല. അവൾ വെറുതെ അവന് റിക്വസ്റ്റ് അയച്ചു. പിന്നെ വാട്സാപ്പിൽ അവൻ്റെ നമ്പറിൽ താങ്ക്സ് എന്ന് എഴുതി വിട്ടു. അവൾക്കൊരു പുതിയ കഥ എഴുതണം തോന്നി. വഞ്ചിക്കപ്പെട്ട ഒരു യുവാവിൻ്റെ കഥ. അവന് നാശത്തിൽ നിന്നും കൈപ്പിടിച്ചുയർത്തുന്ന ഒരു പെൺകുട്ടിയുടെ കഥ. അവൾ ടെറസിൽ നിന്ന് ചുറ്റും നോക്കി. രാത്രി വളരെ സുന്ദരമായിട്ട് അവൾക്ക് അനുഭവപ്പെട്ടു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മുത്തശ്ശിയുടെ പേരും പറഞ്ഞ് മീനാക്ഷി അവനെ ശല്യപ്പെടുത്താൻ തുടങ്ങി. ദേഷ്യപ്പെടുമെങ്കിലും അവൻ അനുസരിക്കും. ഇടയ്ക്ക് സുഖമാണോ എന്നൊക്കെ ചോദിച്ച് അവൾ അയക്കുന്ന മെസ്സേജുകൾക്ക് മറുപടിയൊന്നും കിട്ടാറില്ല. മാസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം അവൾ അവനെ വിളിച്ചു. ഹലോ ആദി. എന്താ? നാളെ നാട്ടിലേക്ക് വരുന്നുണ്ട്. ഒരു ഉപകാരം ചെയ്യുമോ? നാളെ ബസ് സമരാണെന്ന് ന്യൂസിൽ കണ്ടു. എന്നെ ഒന്ന് ടൗണിൽ നിന്ന് പിക്ക് ചെയ്യുമോ പ്ലീസ്? എൻ്റെ കയ്യിൽ വണ്ടിയൊന്നുമില്ല. എവിടെ തൻ്റെ വീട്ടുമുറ്റത്തൊരു ബൈക്ക് ഉണ്ടായിരുന്നല്ലോ. ഞാനതിൽ സ്ത്രീകൾ കയറ്റാറില്ല. തൽക്കാലം ഞാൻ ആണാണെന്ന് വിചാരിച്ചോ. വേറൊരു വഴിയില്ലാത്തതുകൊണ്ടാടോ. ഒന്ന് വാടോ. എന്നെ കൊണ്ട് പറ്റില്ല. എന്തിനാ എന്നെങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? എന്നെ പരിചയപ്പെടുന്നതിന് മുമ്പ് ഇയാളെങ്ങനെ ജീവിച്ചോ അങ്ങനെ തന്നെ മതി. ഇനിയും തനിക്ക് പറ്റുമെങ്കിൽ വാ. രാത്രി 8 മണിക്ക് ഞാൻ സ്റ്റേഷനിലെത്തും. അവൾ ഫോൺ വെച്ചു. പിറ്റേന്ന് ട്രെയിൻ ഇറങ്ങി പുറത്തു വരുമ്പോൾ സ്റ്റേഷൻ കവാടത്തിൽ അസ്വസ്ഥതയോടെ നിൽക്കുന്ന ആദിത്യനെ കണ്ട് അവൾ ചിരിയടക്കാൻ കഷ്ടപ്പെട്ടു. അവളെ ഒന്ന് രൂക്ഷമായി നോക്കിയ ശേഷം അവൻ പാർക്കിംഗ് ഏരിയയിലേക്ക് നടന്നു. അവൾ പിന്നാലെയും. ബൈക്ക് സ്റ്റേഷനിൽ നിന്ന് വിട്ട ഉടനെ അവൾ അവനോട് പറഞ്ഞു, ആദി എനിക്ക് വിശക്കണം, എന്തെങ്കിലും കഴിക്കണം, ഉച്ച മുതൽ പട്ടിണിയാ. അവനൊന്നും മിണ്ടിയില്ല. കുറച്ച് ദൂരം പോയി ആദ്യം കണ്ട റെസ്റ്റോറൻറ്റ് മുമ്പിൽ അവൻ ബൈക്ക് നിർത്തി. എന്താ വേണ്ടെന്ന് വെച്ചാൽ താൻ കഴിച്ചിട്ട് വാ. താനും വാ. എനിക്ക് വേണ്ട. അതെന്താ? എൻ്റെ കാശ് കൂടി കൊടുക്കേണ്ടി വരുമെന്ന് വിചാരിച്ചിട്ടാണോ? പേടിക്കണ്ട, എൻ്റെ ഞാൻ കൊടുത്തോളാം. ഇത് വല്ലാത്ത കുരിശി തന്നെ. അവൻ ബൈക്കിൽ നിന്നിറങ്ങി അവിടെ കൂടെ ചെന്നു. ചപ്പാത്തിയും മീൻകറി അവൾ ഓർഡർ ചെയ്തു. ഒന്നും വേണ്ടെന്ന് പറഞ്ഞെങ്കിലും ആദിത്യനും അവൾ അത് തന്നെ പറഞ്ഞു. കഴിച്ചുകൊണ്ടിരിക്കെ മീനാക്ഷി വിളിച്ചു, ആദി. പ്ലേറ്റിൽ നിന്ന് മുഖമുയർത്തി അവൻ ചോദ്യഭാവത്തിൽ അവളെ നോക്കി. താങ്ക്സ്. എന്തിനാ? നിന്നെ കൂട്ടാമെന്നതിനാണോ? അല്ല, ഇന്ന് താൻ മദ്യവെച്ചിട്ടില്ല, അതിന്. അത് തന്നെ പേടിച്ചിട്ടോ തന്നെയുള്ള ബഹുമാനം കൊണ്ടൊന്നല്ല. വെള്ളടിച്ച് വണ്ടി ഓടിച്ച് പോലീസ് പിടിച്ചാൽ കൊടുക്കാൻ കാശില്ല, അതാ കാരണം. അവൻ വീണ്ടും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. മീനാക്ഷി അവൻ ആർദ്രമായി ഒന്ന് നോക്കി. അപ്പൊ വേണമെന്ന് വെച്ചാൽ നിനക്ക് മദ്യം കഴിക്കാൻ പറ്റും അല്ലേ? നിന്നെ ഞാൻ മാറ്റിയെടുക്കണം തീർച്ച, അവൾ മനസ്സിൽ പറഞ്ഞു. കഴിച്ചു കഴിഞ്ഞ് അവൾ കൈ കഴുകി വരുമ്പോഴേക്കും അവൻ കൗണ്ടറിൽ പൈസ കൊടുത്തിരുന്നു. ടൗണിൽ നിന്ന് കുറേ ഇപ്പുറം ഒരു പാലമുണ്ട്. അവിടെ എത്തിയപ്പോൾ അവൻ വണ്ടി നിർത്തി. ഒന്ന് ഇറങ്ങി. അവൾ ഇറങ്ങി. അവൻ പോക്കറ്റിൽ നിന്ന് സിഗരറ്റ് എടുത്ത് വായിൽ വെച്ചു. കത്തിക്കാൻ തുടങ്ങും മുമ്പ് അവളത് വലിച്ചെടുത്ത് പൊട്ടിച്ച് നിലത്തിട്ടു. ആദിയുടെ സമനില തെറ്റി. അവൻ അവിടെ വലതു കൈ പിടിച്ച് ഞെരിച്ചു. നിന്റെ പ്രശ്നം എന്താടി? എന്റെ മനസ്സമാധാനം കളയാനായിട്ട് ജനിച്ചാണോ നീ? കുറേയായി ഞാൻ സഹിക്കുന്നു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി എന്നെ ഒരു കാര്യത്തിന് വിളിക്കുക, എന്റെ കാര്യത്തിൽ ഇടപെടുകയോ ചെയ്യരുത്, കേട്ടല്ലോ. അവൻ പിടിവിട്ടു. മീനാക്ഷിയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ വലതു കൈ ഉയർത്തി അവനെ കാണിച്ചു. നേരിയ ഒരു സ്വർണ്ണവള ആ കയ്യിലുണ്ടായിരുന്നു. അവൻ പിടിച്ചില്ലാതൊടിഞ്ഞ് അതിൻ്റെ സൈഡ് കൊണ്ട് അവിടെ കൈത്തണ്ട മുറിഞ്ഞിട്ടുണ്ട്. രക്തം പൊടിഞ്ഞു വരുന്നു. ആദിക്ക് കുറ്റബോധം തോന്നി. പക്ഷെ അവനൊന്നും പറഞ്ഞില്ല. ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. അവൾ പിന്നിൽ കയറി. അവൻ ഗ്ലാസ്സിലൂടെ നോക്കുമ്പോൾ മീനാക്ഷി കണ്ണുനീർ തുടക്കുന്ന കണ്ടു. അവൻ അവിടെ കൈ പിടിച്ച് മുന്നോട്ട് കൊണ്ടുവന്നു. ആ വള പണിപ്പെട്ട് ഊരിയെടുത്ത് പോക്കറ്റിലിട്ടു. അതിനുശേഷം ബൈക്ക് മുന്നോട്ടെടുത്തു. വീടിന് മുമ്പിലെത്തുമ്പോൾ സമയം രാത്രി 11 മണിയായി. അവൾ ഒന്നും മിണ്ടാതെ ഇറങ്ങി നടന്നു. മീനു. പിന്നിൽ നിന്നും മൃദുവായ സ്വരത്തിൽ ആദ്യം വിളിച്ചു. അവൾ അത്ഭുതത്തോടെ തിരിഞ്ഞു നോക്കി. ആദ്യമായിട്ടാണ് അവൻ അവൾ അങ്ങനെ വിളിക്കുന്നത്. വളയാൻ നാളെ ശരിയായിക്കൊണ്ടുവരാം, അല്ലെങ്കിൽ ഇത് മാറ്റി വേറെ വാങ്ങാം. ഇത് പഴക്കമുള്ളല്ലേ, അതാ പെട്ടെന്ന് ഒടിഞ്ഞ്. ശരിയാ താൻ പറഞ്ഞു. ഇത് വളരെ പഴക്കം ചെന്ന വളയാ. എന്നാലും മാറ്റി വാങ്ങണ്ട. കാരണം ഇതെൻ്റെ അമ്മ തന്ന. അച്ഛൻ്റെ കണ്ണിപ്പെടാതെ ഒളിച്ചു വെക്കാൻ ആ പാവ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു. മരിക്കും മുമ്പ് ഇതെൻ്റെ കയ്യിലിട്ട് തന്നിട്ട് അമ്മ പറഞ്ഞു, മോൾക്ക് തരാൻ ഇതേ ഉള്ളൂ എന്ന്. ആദിത്യൻ സ്തബ്ധനായി നിൽക്കുകയാണ്. ആദി, ആർക്കോ വേണ്ടി സ്വയം നശിക്കുന്ന തന്നെ നേർവഴിക്ക് കൊണ്ടുവരുന്ന ആഗ്രഹം മാത്രമായിരുന്നു എനിക്ക്. പക്ഷേ ഇപ്പോൾ അതിലുപരി എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അതുകൊണ്ട് പറയുക, തന്നെ ചതിച്ചവരോട് പ്രതികാരം ചെയ്യേണ്ട ഇങ്ങനെയല്ല. അവരുടെ മുമ്പിൽ ജീവിച്ച് കാണിക്കണം. ഇങ്ങനെ ഒരാളെ വഞ്ചിച്ചല്ലോ എന്നോർത്ത് അവർ നീറണം. ആദ്യം ഉപദേശിക്കാൻ മാത്രമുള്ള യോഗ്യതൊന്നും എനിക്കില്ലെന്നറിയാം. എന്നാലും ഒന്ന് ചിന്തിച്ച് നോക്ക്, എനിക്ക് വേണ്ടി. ആദിത്യൻ ബൈക്കിൽ തന്നെ ഇരുന്നു. ചലനശേഷി നഷ്ടമായ പോലെ അവനും തോന്നി. ഇത്രയും അവഗണിച്ചിട്ടും പരുഷമായി പെരുമാറിയിട്ടും വേദനിപ്പിച്ചിട്ടും അവൾ കാണിക്കുന്ന സ്നേഹം തന്നെ വരിഞ്ഞു മുറുക്കുന്നതായി അവൻ അനുഭവപ്പെട്ടു. ഹൃദയത്തിൻ്റെ കരിങ്കൽ ഭിത്തികളെ തകർത്തുകൊണ്ട് അകത്ത് കയറാൻ ശ്രമിക്കുന്ന പെൺകുട്ടി. വറ്റിപ്പോയി എന്ന് വിശ്വസിച്ചിരുന്ന തൻ്റെ കണ്ണുനീർ വീണ്ടും ഒഴുകുന്നത്
ആദിത്യന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഏക്കർ കണക്കിന് പരന്നു കിടക്കുന്ന തെങ്ങിൻ തോപ്പിന് നടുവിലുള്ള ഒരമ്പലം. ആദിത്യന്റെ കുടുംബക്ഷേത്രമാണത്. ക്ഷേത്രത്തിന്റെ പിന്നിൽ പുഴ ശാന്തമായി ഒഴുകുന്നു. അസ്തമിക്കാൻ വെമ്പുന്ന സൂര്യനെ നോക്കി ക്ഷേത്രത്തിന്റെ പിറകുവശത്തെ മതിലിൽ ചാരി നിൽക്കുകയായിരുന്നു മീനാക്ഷിയും ആദിത്യനും. അവൾ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് അവൻ വന്നത്. ഒരുപാട് തവണ സ്മിതയെയും കൂട്ടി വന്നിട്ടുണ്ട്. ആ ഓർമ്മകളുടെ ചൂടിൽ ആദിത്യൻ വെന്തുരുകാൻ തുടങ്ങി. നമുക്ക് പോയാലോ? അവൻ ചോദിച്ചു. കുറച്ചുകൂടെ കഴിയട്ടെ മാഷേ, ഇത്രയും ദൂരം വന്നതല്ലേ? അവൾ നേരത്തെ ചിരിയോടെ പറഞ്ഞു. ഈ ക്ഷേത്രത്തെപ്പറ്റി മീനാക്ഷി എങ്ങനെ അറിഞ്ഞു എന്ന് അവന് മനസ്സിലായില്ല. ചിലപ്പോൾ രമ്യ പറഞ്ഞതായിരിക്കും. ഇത്രയും വിദ്യാഭ്യാസമുള്ള താനെന്തിനാതി കോറിയിൽ പഠിക്കുമെന്ന്? വേറെ വല്ല പണിക്കും ശ്രമിച്ചുകൂടെ? ഞാൻ ഇങ്ങനെയൊക്കെ ജീവിച്ചു പൊക്കോളാം, എന്നെ ഉപദ്രവിക്കരുത്. എടോ, വല്ലാതെ അങ്ങ് അഹങ്കരിക്കല്ലേ? ഇവിടെ പഠിക്കാൻ കഴിവുണ്ടായിട്ട് സാമ്പത്തിക ശേഷി ഇല്ലാത്ത കാരണം എല്ലാം അവസാനിപ്പിക്കേണ്ടി വന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോഴാ തേച്ചിട്ട് പോയ ഒരുത്തിക്ക് വേണ്ടി ഇവിടെ ഒരാൾ. ആദിത്യൻ ദേഷ്യപ്പെടുമെന്നാണ് അവൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ ആ മുഖത്ത് വേദന നിറഞ്ഞു. എൻ്റെ കൂട്ടുകാരൻ്റെ ബ്രദറിൻ്റെ റിസോർട്ടായിരുന്നത്. അവനെ കാണാൻ പോയതായിരുന്നു ഞാൻ. ക്ലീനിങ്ങിൽ നിന്ന ഹിന്ദിക്കാരൻ പയ്യൻ അവിടെ താമസിച്ചിരുന്ന ഒരാൾ തള്ളി. കരഞ്ഞുകൊണ്ട് വരുന്ന പയ്യനെ കണ്ടപ്പോൾ വിഷമവും ദേഷ്യവും തോന്നി. അയാൾക്കിട്ട് 2 പൊട്ടിക്കാൻ വേണ്ടി കഥക് തള്ളിത്തുറന്ന് നോക്കിയതാണ് ഞങ്ങൾ. അച്ഛൻ്റെ പ്രായമുള്ള അയാൾക്ക് പിറകിൽ അഴിഞ്ഞൊലഞ്ഞ വസ്ത്രങ്ങളിൽ ലഹരി നിറഞ്ഞ കണ്ണുകളായി നിന്ന് ഞാൻ പ്രാണനെ പോലെ സ്നേഹിച്ചവളായിരുന്നു. അതും വിവാഹത്തിന് മാസങ്ങൾ ബാക്കിയുള്ളപ്പോൾ. അന്നത്തെ മാനസികാവസ്ഥ മീനുവിനെ ഊഹിക്കാൻ പോലും പറ്റില്ല. ഇന്നും കണ്ണടക്കുമ്പോൾ തെളിയുന്നു ആ രംഗമാ. അത് മറക്കുന്നത് കോറിയിൽ പൊരിവലത്ത് പണിയെടുക്കുമ്പോഴും മദ്യപിച്ച് കിടന്നുറങ്ങുമ്പോഴും മാത്രമാണ്. അവളെ കെട്ടിയിരുന്നെങ്കിൽ എനിക്ക് ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കായിരുന്നു. പക്ഷെ ആ ഓഫർ സ്വീകരിച്ചില്ല. അവളെ സ്നേഹിച്ചതിനും വിശ്വസിച്ചതിനും എനിക്ക് ഞാൻ തന്നെ വിധിച്ചതാ ജയിൽവാസം. മീനാക്ഷി അവൻ്റെ കയ്യിൽ പിടിച്ച്. പക്ഷേ നീ ഇന്നും അവളെ സ്നേഹിക്കുന്നുണ്ട്. സത്യം അതാണ് ആദി. അവൻ ഞെട്ടലോടെ അവളെ നോക്കി. പിന്നെ നിഷേധാർത്ഥത്തിൽ തലയാട്ടി. നീ ഇല്ലെന്ന് പറഞ്ഞാലും അതാണ് സത്യം. അല്ലെങ്കിൽ അവളുടെ ഓർമ്മകളിങ്ങനെ നിന്നെ ശ്വാസം മുട്ടിക്കില്ല. എന്തു പറഞ്ഞ് അവളെ പ്രതിരോധിക്കുമെന്ന് ചിന്തിക്കുമ്പോൾ പുഴക്കും ക്ഷേത്രത്തിന് നടുവിലുള്ള റോഡിലൂടെ ഒരു കാറ് വരുന്ന ആദിത്യൻ കണ്ടു. അവർക്കരികിൽ വന്നു നിർത്തിയ കാറിൽ നിന്നിറങ്ങിയ ആളെ കണ്ട് അവൻ്റെ ചുണ്ടുകൾ അറിയാതെ മന്ത്രിച്ചു. അമ്മ. ശ്രീദേവി ടീച്ചർ മെല്ലെ അവർക്കരികിലെത്തി. എന്നിട്ട് മീനാക്ഷിയെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. നിങ്ങൾ സംസാരിക്കുക, ഞാൻ അപ്പുറത്തുണ്ട്. അവൾ ക്ഷേത്രത്തിന് മുൻവശത്തേക്ക് നടന്നു. അമ്മയുടെ മുഖത്തേക്ക് നോക്കാൻ ശക്തിയില്ലാതെ ആദിത്യൻ തലതാഴ്ത്തി നിന്നു. സുഖാണോ കണ്ണ? സ്നേഹത്തോടെയുള്ള ആ ചോദ്യം കേട്ടപ്പോൾ തന്നെ അവൻ്റെ ഹൃദയമൊന്ന് വിങ്ങി. അമ്മക്കിനോട് ദേഷ്യമുണ്ടോ? ശ്രീദേവി അവൻ്റെ കവിളിൽ അരുമയായി തലോടി. എനിക്ക് നിന്നോട് ദേഷ്യപ്പെടാൻ പറ്റുമോ? ഓരോ ദിവസവും കാത്തിരിക്കായിരുന്നു നീ വരൂന്ന് കരുതി. പക്ഷേ വന്നില്ല. നിന്നോട് ഇറങ്ങിപ്പോവാൻ പറഞ്ഞത് ആ സമയത്ത് ദേഷ്യത്തിലല്ലേ കണ്ണ? ബന്ധുക്കളൊക്കെ ഇരിക്കുന്ന സമയത്ത് നീ കള്ളുടിച്ച് ലക്കിട്ട് കയറി വന്നപ്പോൾ സങ്കടം സഹിച്ചില്ല. അച്ഛൻ മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനം കൊണ്ട് തലകുനിച്ച് നിന്നപ്പോഴാണ് ഞാനങ്ങനെ പറഞ്ഞു. എത്ര ദിവസം നിന്നെയും തേടി അച്ഛൻ അലഞ്ഞെന്നു. ഞങ്ങൾ വിളിച്ചാലും ഈ ഫോൺ എടുക്കില്ല. അവസാനം നിന്റെ അച്ഛനാ പറഞ്ഞു എല്ലാം മറന്ന് ഈ വരുന്നവരെ കാത്തിരിക്കാൻ. അച്ഛനിപ്പോഴും എന്നോട് വെറുപ്പായിരിക്കും അല്ലേ? ശ്രീദേവി അവൻ്റെ തോളിൽ മേലെ നടിച്ചു. നിന്നോട് വെറുപ്പോ? രാത്രികളിൽ ആ പാവം ഉറങ്ങാതെ കണ്ണീരൊഴുക്കാറുണ്ട്. എഞ്ചിനീയർ മോഹൻദാസിനും ശ്രീദേവി ടീച്ചർക്കും ഒരേ ഒരു മകനെ നേർവഴിക്ക് നടത്താൻ പറ്റില്ലെന്ന് പലരും കളിയാക്കിയിട്ടുണ്ട്. അന്നൊക്കെ അദ്ദേഹം പറഞ്ഞു എൻ്റെ മോൻ അനുഭവിച്ച വേദനയേക്കാൾ വലുതല്ലേ ഈ നാണക്കേടെന്ന. അതുവരെ സംഭരിച്ചു വെച്ചിരുന്ന ശക്തിയെല്ലാം ചോർന്നു പോകുന്നതായി ആദിത്യൻ അറിഞ്ഞു. അവനൊരു കൊച്ചു കുഞ്ഞിനെ പോലെ അമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഒരുപാട് നേരം. ചുറ്റും ഇരുൾ പടർന്നു തുടങ്ങി. അമ്മയോട് ചേർന്ന് ക്ഷേത്രത്തിൻ്റെ മുമ്പിലേക്ക് നടക്കുമ്പോൾ അവൻ ചോദിച്ചു, ഞാൻ ഇവിടെ ഉണ്ടാവുന്ന അമ്മ എങ്ങനെ അറിഞ്ഞു? മീനു എന്നെ വിളിച്ചിരുന്നു. ഒരിക്കലും എന്നെ കാണാനും വന്നു. അവൻ അത്ഭുതത്തോടെ അമ്മയെ നോക്കി. ക്ഷേത്രനടയിൽ മീനാക്ഷി നിൽപ്പുണ്ടായിരുന്നു. അമ്മയും മോനെ ഞാൻ വിളിക്കാൻ തുടങ്ങിയായിരുന്നു. നടക്കാൻ സമയമായി. മൂവരും കൈകൂപ്പി പ്രാർത്ഥിച്ചു. ദീപപ്രഭയിൽ തിളങ്ങുന്ന ദേവീ വിഗ്രഹത്തെ നോക്കുമ്പോൾ ആദിത്യൻ്റെ മനസ്സിൽ ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു കുളിർമ തോന്നി. കുറച്ചേരം കൂടി സംസാരിച്ച ശേഷം ശ്രീദേവി കാറിൽ കയറി. നീ എപ്പോഴാണ് കണ്ണാ വീട്ടിലേക്ക് വരുന്നേ? ഞാൻ വരാമേ, കുറച്ച് സമയം കൂടി വേണം. ശ്രീദേവി ആശങ്കയോടെ അവനെ നോക്കി. അമ്മ പേടിക്കണ്ട, ആദ്യം ഇനി സ്വയം നശിക്കില്ല. ഞാൻ അതിന് വിടില്ല. ധൈര്യമായിട്ട് പോയിക്കോ. എത്രയും പെട്ടെന്ന് ഇവൻ അങ്ങോട്ട് വരും. മീനാക്ഷി അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. കാറ് കണ്ണിൽ നിന്ന് മറഞ്ഞപ്പോൾ അവൻ ചോദിച്ചു, അല്ല ഒന്നുകൂടെ പറഞ്ഞേ, നീ എന്നെ വിടില്ലെന്നോ? എന്നെ തടയാൻ മാത്രം ധൈര്യം നിനക്കുണ്ടോ? എന്താ സംശയം? തടഞ്ഞിരിക്കും. നന്നാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ആദിത്യൻ അവിടെ തൊട്ട് മുമ്പിൽ ചെന്ന് നിന്നു. ആ കണ്ണുകളിലേക്ക് തന്നെ നോക്കി. നീ എൻ്റെ ആരാ? അറിയില്ല. ആരൊക്കെ ആവാൻ ശ്രമിക്കുന്ന ഒരാൾ.
മിഴികൾ ചിമ്മാതെ അവൻ്റെ നോട്ടത്തെ നേരിട്ടുകൊണ്ട് അവൾ മന്ത്രിച്ചു. വേണ്ട മീനു, ഇനി എനിക്ക് വയ്യ. മനസ്സിലെ മുറിവ് വർഷങ്ങളായിട്ട് ഉണങ്ങിയിട്ടില്ല. അറിയാം, ഒരിക്കൽ നീ ഇതിൽ നിന്ന് പുറത്തു വരും. അതുവരെ ഞാൻ കാത്തിരിക്കും. പക്ഷേ നിന്നെ നശിക്കാൻ ഞാൻ വിടില്ല. അവളുടെ സ്വരം ഉറച്ചു. സ്നേഹത്തിന് മുമ്പിൽ താൻ തോറ്റുപോവുകയാണെന്ന് ആദിത്യന് മനസ്സിലായി. പഴയ ജീവിതത്തിലേക്ക് ആദിത്യൻ പഴയ തിരിച്ചു വരികയായിരുന്നു. അതിനിടയിൽ അപ്രതീക്ഷിതമായി ഒന്നും നടന്നു. ഫേസ്ബുക്കിൽ മീനാക്ഷി ഒരു കഥ എഴുതിയിരുന്നു. പേര് സൂര്യഹൃദയം. ആദിത്യന്റെ കഥയായിരുന്നു അത്. സ്നേഹിച്ച പെണ്ണിനാൽ ചതിക്കപ്പെട്ട സൂര്യൻ എന്ന യുവാവിന്റെ കഥ. അത് പോസ്റ്റ് ചെയ്തത് ആദിത്യനുമായി ഇത്ര അടുക്കുന്നതിന് മുമ്പായിരുന്നു. പക്ഷേ പിന്നെ അവൾ അതിന്റെ കാര്യം തന്നെ മറന്നുപോയി. ജോലി തിരക്കാൻ അവൾ ഫേസ്ബുക്ക് തുറക്കാറുമില്ല. ഹോസ്റ്റലിലെത്തി കുളിച്ചു വല്ലതും കഴിച്ചാൽ ഉടൻ ആദിത്യനുമായി ഫോണിൽ സംസാരിക്കും. ഒരു കാരണവശാൽ അവൻ മദ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്ന വാശിയായിരുന്നു അവൾക്ക്. പല രാത്രികളിലും സംസാരം നിർത്തുന്നു രണ്ടുപേരും ഉറക്കത്തിലേക്ക് വീണാൽ മാത്രമായിരുന്നു. കുറേ കാലത്തിന് ശേഷമാണ് ആദിത്യൻ തൻ്റെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത്. ഒരുപാട് നോട്ടിഫിക്കേഷനും മെസ്സേജുകളും കിടപ്പുണ്ട്. ഫ്രണ്ട് റിക്വസ്റ്റുകൾക്കിടയിൽ മീനാക്ഷി അവൻ കണ്ടു. അവളെ ആഡ് ചെയ്ത് പ്രൊഫൈൽ കയറിയപ്പോൾ സൂര്യഹൃദയം എന്ന കഥയാണ് ആദ്യം അവൻ്റെ കണ്ണിൽപ്പെട്ടത്. വായിക്കും തോറും അവൻ്റെ മനസ്സ് പ്രക്ഷുബ്ധമായി. എന്താണോ മറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് തൊട്ട് മുമ്പിൽ. കുറേ ലൈക്സും കമൻറ്റുമുണ്ട്. 18 പേർ ഷെയർ ചെയ്തിട്ടുണ്ട്. അവൻ കമൻറ്റുകൾ വായിച്ചു. മിക്കതും അവളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ളതാണ്. 3-4 എണ്ണം കഥയിലെ നായകനായ സൂര്യയെ കളിയാക്കിക്കൊണ്ടുള്ളത്. അവൻ്റെ കഴിവുകേട് കൊണ്ടാണ് കാമുകി പ്രായം ചെന്ന ഒരുത്തൻ്റെ കൂടെ കിടക്ക പങ്കിട്ടെന്നും മറ്റും. അതൊക്കെ വായിച്ചപ്പോൾ വീണ്ടും ആരോ ഹൃദയത്തെ കീറിമുറിക്കും പോലെ ആദിത്യന് തോന്നി. ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തിറങ്ങിയ ഉടനെ മീനാക്ഷി ബാഗിൽ നിന്ന് ഫോൺ എടുത്ത് നോക്കി. സാധാരണ ഈ സമയത്ത് ആദിത്യം വിളിക്കേണ്ടതാണ്, പക്ഷേ ഇന്ന് വിളിച്ചില്ല. അവന് വിളിക്കാൻ തുടങ്ങുമ്പോഴാണ് വാട്സാപ്പ് നോട്ടിഫിക്കേഷൻ കണ്ടത്. ആദ്യം എന്തോ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അവൾ വേഗം ഓപ്പൺ ആക്കി. തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ കമൻറ്റുകളുടെ സ്ക്രീൻഷോട്ട്സ്. അതിന് താഴെ ആദിയുടെ മെസ്സേജ്. കുറച്ച് ലൈക്കിനും കമന്റിനും വേണ്ടി നീ തുണിയിരിച്ച് നിർത്തിയത് എന്നെ തന്നെയാ. ഒരിക്കലും നിന്നിൽ നിന്ന് ഞാനിത് പ്രതീക്ഷിച്ചില്ല. ഇതിലും നല്ല നീ എന്നെ കൊല്ലുന്നായിരുന്നു. നിനക്ക് വേണ്ടി സന്തോഷത്തോടെ ഞാൻ നിന്നു തന്നേനെ. ഒരുപാട് നന്ദിയുണ്ട്. വായിച്ചു കഴിഞ്ഞതും മീനാക്ഷിക്ക് കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ തോന്നി. ഇത്തരമൊരു അപകടം അവൾ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. അവൾ അവനെ ഫോൺ വിളിച്ചു. പക്ഷേ സ്വിച്ച് ഓഫ് ആയിരുന്നു. പരിസരബോധം നഷ്ടപ്പെട്ട മീനാക്ഷി കരഞ്ഞുകൊണ്ട് പിന്നെയും അവനെ വിളിക്കാൻ ശ്രമിച്ചു. ആസന്നമായൊരു ദുരന്തം അവൾ മനസ്സിൽ കണ്ടു. മീനു, ഉറക്കാണോ? ചോദ്യം കേട്ടവൾ ഞെട്ടി എഴുന്നേറ്റ്. ജിൻസിയാണ്. ഇല്ലടി, വെറുതെ ഓരോന്ന് ആലോചിച്ച് കിടന്നു. അവൾ ഫോണെടുത്ത് നോക്കി. ആദിത്യൻ്റെ വിളിയോ മെസ്സേജോ ഒന്നുമില്ല. താനയച്ച 100 കണക്കിന് മെസ്സേജുകൾ അനാഥമായി വാട്സാപ്പിൽ കിടക്കുന്നു. ഇന്നത്തേക്ക് 8 ദിവസമായി അവൻ്റെ ശബ്ദം കേട്ടിട്ട്. ജിൻസി അവിടെ അടുത്തു വന്നിരുന്നു. നീ വിഷമിക്കില്ലടി, നേരി പോയി സംസാരിച്ച് നോക്ക്. അവൻ നിന്നെ മനസ്സിലാക്കും. എനിക്ക് അവനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല ജിൻസി. എൻ്റെ തെറ്റായിരുന്നു. വേണ്ടായിരുന്നു. പാവത്തിന് എത്ര വിഷമായി കാണും. ബാഗ് എടുത്ത് തോളിലിട്ട് ജിൻസിയോട് യാത്രയും പറഞ്ഞു അവൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരിച്ചു. ട്രെയിനിലിരുന്നപ്പോൾ അവൾ ഫോൺ എടുത്ത് നോക്കി. തുറക്കപ്പെടാത്ത മെസ്സേജുകൾ തന്നെ പരിഹസിക്കുന്നതായി അവൾക്ക് തോന്നി. എത്ര ശ്രമിച്ചിട്ടും കണ്ണുനീർ പിടിച്ചെടുത്താൻ കഴിയാതെ വന്നപ്പോൾ അവൾ എഴുന്നേറ്റ് ടോയ്ലറ്റിലേക്ക് നടന്നു. ആശുപത്രിയിലെ ബെഡിൽ കിടക്കുന്ന ആ രൂപത്തെ മാധവിയമ്മ സഹതാപത്തോടെ നോക്കി. മദ്യപിച്ച് തൻ്റെ മകളെ ക്രൂരമായി ഉപദ്രവിക്കുകയും ഉണ്ടായിരുന്നെല്ലാം വിറ്റ് തുലക്കുകയും എതിർക്കുന്നവരെ ശാരീരികവും മാനസികവുമായി ആക്രമിക്കുകയും ചെയ്തിരുന്ന ആ പഴയ രാജനല്ലായിരുന്നു അത്. എപ്പോൾ വേണമെങ്കിലും കടന്നു വരാൻ സാധ്യതയുള്ള മരണത്തെ വരവേൽക്കാൻ തയ്യാറെടുത്ത ഒരാൾ. ക്ഷമിക്കണമെന്ന് പറയാനുള്ള യോഗ്യത പോലും എനിക്കില്ല, നേർത്ത സ്വരത്തിൽ രാജൻ പറഞ്ഞു. മരിക്കുന്നതിന് മുമ്പൊന്ന് കാണണം തോന്നി. അതാ ചേട്ടൻ്റെ മോനോടൊന്ന് കൂട്ടിയിട്ട് വരാൻ പറഞ്ഞത്. ശപിക്കരുത്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ജീവിക്കാനല്ല, എത്രയും പെട്ടെന്ന് മരിക്കാൻ. ഈ വേദന സഹിക്കാൻ പറ്റുന്നില്ല. രാജന്റെ കൺകോണിലൂടെ നീരൊലിച്ചിറങ്ങി. ഞാൻ ഇവിടെ നിൽക്കാം, സഹായത്തിന് ആരുമില്ലല്ലോ, മാധവിയമ്മ പറഞ്ഞു. വേണ്ട, ഈ വയസ്സാങ്ങൾക്ക് അമ്മ ബുദ്ധിമുട്ടണ്ട. എൻ്റെ ചേട്ടൻ വൈകിട്ട് വരും. അതുവരെ ഇവിടെ ഉള്ളവർ നോക്കിക്കോളൂ. എന്നാൽ ഞാൻ മീനു മോളെ ഒന്ന് വിളിച്ച് പറയാം. അവർ ഫോൺ എടുത്തു. രാജൻ അവരുടെ കയ്യിൽ പിടിച്ചു. അരുത്. ഇത്രയും കാലത്തിനടക്ക് ഞാൻ അവൾക്ക് വേണ്ടി ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ല. ദ്രോഹിച്ചിട്ടേ ഉള്ളൂ. ആ മുഖത്ത് നോക്കാൻ പോലുള്ള യോഗ്യത എനിക്കില്ല. ഒന്നും അവൾ അറിയണ്ട. ഞാൻ മരിച്ചാൽ പോലും. രാജൻ ദീർഘമായി ഒന്ന് ശ്വസിച്ചു. അമ്മ പോയിക്കോ. താഴെ ആ പയ്യനുണ്ടാവും. അവനോട് വീട്ടിലെത്തിക്കാൻ പറഞ്ഞാൽ മതി. അത്രയും ദൂരം ബസ്സിൽ ഒറ്റയ്ക്ക് പോകണ്ട. എനിക്ക് വേദന കൂടുന്നുണ്ട്. സംസാരിക്കാൻ വയ്യ. അയാൾ കണ്ണുകൾ അടച്ചു. കുറച്ചു നേരം കൂടി അവിടെ നിന്ന ശേഷം മാധവിയമ്മ പുറത്തേക്ക് നടന്നു. രാജന്റെ ചേട്ടന്റെ മകന്റെ കാറിൽ പോയിക്കൊണ്ടിരിക്കവേ അവരുടെ മനസ്സ് അസ്വസ്ഥമായിരുന്നു.
മകളുടെ ജീവിതം നശിപ്പിച്ചതിനോട് ദേഷ്യമായിരുന്നു പണ്ട്. പക്ഷേ ചെയ്ത തെറ്റുകൾ പശ്ചാത്തപിക്കുന്ന അവനോട് ഇന്ന് കുറച്ച് സ്നേഹം തോന്നുന്നുണ്ട്. രോഗങ്ങൾ മുക്കാൽ ഭാഗവും കാർന്നു ഇന്ന് കഴിഞ്ഞ ശരീരവും തളർന്ന മനസ്സും മാത്രമാണ് ഇന്ന് അയാൾ. ഒരു തിരിച്ചുവരവില്ല. എങ്കിലും വെറുതെ മാധവിയമ്മ പ്രാർത്ഥിച്ചു അയാൾക്ക് വേണ്ടി. തൻ്റെ മടിയിൽ തലവെച്ച് പൊട്ടിക്കരയുന്ന പെൺകുട്ടിയെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെ ശ്രീദേവി ടീച്ചർ ഭർത്താവിനെ നോക്കി. മോഹൻദാസ് കണ്ണുകൾ തുടക്കുകയാണ്. മോളെ മീനു, നീ കരയില്ല, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഏറെ പ്രതീക്ഷയോടെയാണ് മീനാക്ഷി ആ വീട്ടിലേക്ക് വന്ന്. ആദിത്യൻ അവിടെ ഉണ്ടാവുമെന്നും അവൻ്റെ കാല് പിടിച്ച് മാപ്പ് പറയാമെന്ന് അവൾ കരുതി. പക്ഷെ അവർക്കും അറിയില്ല ആദിത്യൻ എവിടെയാണെന്ന്. വാടക വീടൊക്കെ ഒഴിവാക്കി അവൻ തിരിച്ചു വന്നതായിരുന്നു. അച്ഛൻ്റെയും അമ്മയുടെയും പഴയ കണ്ണനായി മാറിക്കൊണ്ടിരിക്കവേ പെട്ടെന്ന് അവൻ ആരോടും മിണ്ടാതെയായി. കുറേ ചോദിച്ചിട്ടും ആരോടൊന്നും പറഞ്ഞില്ല. ഒരു ദിവസം രാവിലെ ഇറങ്ങിപ്പോയി. ശ്രീദേവി അവൻ്റെ റൂമിൽ കയറി പരിശോധിച്ചപ്പോൾ കുറച്ച് ഡ്രസ്സും ബാഗും കാണുന്നില്ല. അവർ ആവലാതിയോടെ അവൻ്റെ ചില കൂട്ടുകാരോടൊക്കെ അന്വേഷിച്ചു. ആർക്കൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. തകർന്ന മനസ്സോടെ ഇരിക്കുമ്പോഴാണ് മീനാക്ഷി വന്നത്. അവളെല്ലാം പറഞ്ഞു. അവർക്ക് മീനാക്ഷിയെ കുറ്റപ്പെടുത്താൻ കഴിയില്ലായിരുന്നു. മകനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന പെണ്ണാണ്. മരണം വരെ കടപ്പെട്ടിരിക്കുന്നു. അവൾ അറിയാതെ ചെയ്ത തെറ്റാണ്. പക്ഷേ അവനെ അത് അത്രത്തോളം മുറിവേൽപ്പിച്ചിട്ടുണ്ട്. അവനെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല. മോഹൻദാസ് മെല്ലെ അവർക്കരികിൽ വന്നു മീനാക്ഷിയെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അവളുടെ കണ്ണുകൾ തുടച്ചു. മോള് കരയണ്ട. കണ്ണന് മോൾ അത്രയും പ്രിയപ്പെട്ടതാ. അതുകൊണ്ടല്ലേ അവൻ മദ്യപിക്കുന്നത് പൂർണ്ണമായിട്ടും നിർത്തിയത്. അവൻ തിരിച്ചു വരും, വിഷമിക്കണ്ട. എനിക്ക് ഉറപ്പുണ്ട്, നിനക്ക് വേണ്ടി ഒരു ദിവസം അവൻ വരും. അവൾ മോഹൻദാസിന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. കണ്ണുനീരിന്റെ നനവ് നെഞ്ചിൽ പടരുന്നതറിഞ്ഞ അയാൾ സ്നേഹത്തോടെ അവളെ തലോടി. പുഴക്കരയിൽ അച്ഛൻ്റെ പേരിൽ ബലിയിടുമ്പോൾ മീനാക്ഷിയുടെ മനസ്സ് നിർവികാരമായിരുന്നു. ആ മനുഷ്യനോട് ദേഷ്യമൊന്നും തോന്നുന്നില്ല, സഹതാപവും. മരണവാർത്ത അറിഞ്ഞ് ചെല്ലുമ്പോഴേക്കും ചിത കത്തി തീർന്നിരുന്നു. അവൾ വരുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. മീനാക്ഷിയോട് അവളുടെ അമ്മയോടും അയാൾ ചെയ്ത ദ്രോഹങ്ങൾ അവിടെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് കാത്തുനിന്നില്ല. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് കടമ തീർക്കുകയായിരുന്നു. ഈറൻ മാറ്റി പുഴക്കരയിലെ മണലിരിക്കുന്ന അവിടെ അടുത്തായി മുത്തശ്ശിയും ഇരുന്നു. നിനക്ക് ഇപ്പോഴും അച്ഛനോട് ദേഷ്യമുണ്ടോ മോളെ? അവളൊന്നും മിണ്ടിയില്ല. നിന്റെ കൂട്ടുകാരി അനുഭവം വിളിച്ചിരുന്നു. നീ എന്താ ഫോൺ ഓഫ് ചെയ്ത് വെച്ചേ? എനിക്ക് ആരോടും സംസാരിക്കാൻ തോന്നില്ല മുത്തശ്ശി. അവരവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി. ഞാനിനി എത്ര കാലം ഉണ്ടാവുമെന്ന് അറിയില്ല. കണ്ണടയും മുമ്പ് നിന്റെ കല്യാണം നടത്തണമെന്ന ആഗ്രഹം. വേറെ ആരും സഹായത്തിനുമില്ല. ചിട്ടി പിടിച്ച കാശും മറ്റുമായിട്ട് കുറച്ച് രൂപ ബാങ്കിലുണ്ട്. പിന്നെ നീ തരുന്നതിൽ നിന്ന് മിച്ചം പിടിച്ച് കുറച്ച് സ്വർണവും വാങ്ങി വെച്ചിട്ടുണ്ട്. അവളൊന്നും മിണ്ടാതെ കേട്ടിരിക്കുകയാണ്. ആദ്യമോ വരുമായിരിക്കും അല്ലേ? മീനാക്ഷി ഞെട്ടലോടെ മുത്തശ്ശിയെ നോക്കി. എന്താ മുത്തശ്ശി പറഞ്ഞേ? അവരവളെ ചേർത്ത് പിടിച്ചു. നിന്റെ മനസ്സെനിക്ക് കാണാൻ പറ്റും കുഞ്ഞെ. അവൻ വരും. നിന്നെ അവനങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല. അവൾ മുത്തശ്ശിയുടെ തോളിലേക്ക് തലചായ്ച്ചു. ആദ്യമായി അവനോട് തോന്നിയത് പ്രണയമൊന്നും ആയിരുന്നില്ല. എല്ലാവരും വെറുക്കുന്ന കളിയാക്കുന്ന ഒരാളോട് തോന്നിയ അനുകമ്പ. കാരണമറിയാതെ അവനെപ്പറ്റി മോശമായി ചിന്തിച്ചുള്ള കുറ്റബോധം. പിന്നീട് എപ്പോഴാണ് അത് പ്രണയമായി മാറിയത്? സ്മിതയോട് അവനുണ്ടായിരുന്ന ഭ്രാന്തവും അഗാധവുമായ ബന്ധത്തെക്കുറിച്ച് കേട്ടപ്പോഴോ? അതോ ആ ഓർമ്മയിൽ ഇന്നും അവൻ നീറുകയാണെന്ന് അറിഞ്ഞപ്പോഴോ? തനിക്കായി ലഹരി എന്ന പുതിയ കാമുകിയെ ഉപേക്ഷിച്ചപ്പോഴോ? അറിയില്ല. ആദി, എല്ലാം എൻ്റെ തെറ്റാണ്. മനഃപൂർവ്വമല്ലെങ്കിലും ഓർമ്മകളുടെ തീച്ചൂളയിലേക്ക് നിന്നെ വീണ്ടും വലിച്ചെറിഞ്ഞ മഹാപാപിയാണ് ഞാൻ. മാപ്പ്. നീ വരുന്നതുവരെ ഞാൻ കാത്തിരിക്കും. തികട്ടി വരുന്ന കരച്ചിലിനെ ശാസിച്ച് നിർത്തി അവൾ എഴുന്നേറ്റു. ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി ബാഗിൽ ഡ്രസ്സുകളൊക്കെ അടുക്കി വെക്കുകയായിരുന്നു മീനാക്ഷി. വെറുതെ ജനലിലൂടെ അവൾ അപ്പുറത്തെ വീട്ടിലേക്ക് നോക്കി. അവിടെ പുതിയ വാടകക്കാർ വന്നിട്ടുണ്ട്. കുട്ടികളുടെ ശബ്ദം കേൾക്കാം. എന്തിനോ അവളുടെ ഹൃദയം വേദനിച്ചു. പിന്നിലാരോ നിൽക്കുന്ന പോലെ തോന്നി. പരിഭ്രമത്തോടെ അവൾ തിരിഞ്ഞു നോക്കി. അവളുടെ ശ്വാസം നിലച്ചുപോയി. ആദിത്യൻ. അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാണുന്ന സ്വപ്നമാണോ? മാറിൽ കൈകെട്ടി അവൻ അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. ആദി. അവൻ രണ്ട് കൈകളാലും അവളുടെ മുഖം കോരിയെടുത്ത് ആ ചുണ്ടുകളിൽ ചുംബിച്ചു. അവൾ ശക്തിയോടെ കുതിറി അവനെ പിന്നോട്ട് തള്ളി. എന്നിട്ട് കട്ടിലേക്ക് അമിഴ്ന്നു വീണ് പൊട്ടിക്കരഞ്ഞു. ആദിത്യൻ മെല്ലെ അവിടെ അരികിലിരുന്നു. ആ മുടികളിലൂടെ കൈയോടിച്ചു. മുടികൾ വകഞ്ഞു മാറ്റി പിൻകഴുത്തിൽ മൃദുവായി ഉമ്മ വെച്ച് എന്നിട്ട് അവളെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. അവൾ ബലം പിടിച്ചെങ്കിലും അവൻ്റെ കരുത്തിനു മുമ്പിൽ തോറ്റുപോയി. എന്തിനാദി എന്നെ ഇട്ടേച്ചു പോയത്? എന്നെ നിനക്കറിയില്ലേ? വേണമെന്ന് വെച്ച് നിന്നെ വേദനിപ്പിക്കാൻ എനിക്ക് പറ്റും. സത്യമായിട്ട് ആ കഥയുടെ കാര്യം എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല.
ഒന്ന് മാപ്പ് പറയാൻ പോലും സാവകാശം തരാൻ നീ പോയില്ലേ? അപ്പം അത്രയേ ഉള്ളൂ എനിക്ക് നിന്റെ ജീവിതത്തിലുള്ള സ്ഥാനം അല്ലേ? അവൾ ഏങ്ങിക്കരഞ്ഞു. ക്ഷമിക്കും മീനു, മറന്നു തുടങ്ങിയതൊക്കെ ജീവിതത്തിലേക്ക് വീണ്ടും തിരിച്ചു വന്നപ്പോൾ സമനില തെറ്റി. അതും നീ ചെയ്തപ്പോൾ സഹിക്കാൻ പറ്റിയില്ല. കുറേ കരഞ്ഞു. ഉറങ്ങാൻ വേണ്ടി വീണ്ടും മദ്യപിക്കേണ്ടി വരുമോ എന്ന് സംശയിച്ചു. പക്ഷേ നിന്നോർക്കുമ്പോൾ അതിനും പറ്റിയില്ല. ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയായിരുന്നു. അതൊന്ന് മാറി നിൽക്കാൻ തീരുമാനിച്ചു. മീനു ചാടി എഴുന്നേറ്റ് അവൻ്റെ ഷർട്ടിന് കുത്തിപ്പിടിച്ചു. നിനക്ക് സമാധാനം കിട്ടാൻ വേണ്ടി നീ മാറിയിരുന്നു, എന്നിട്ട് കിട്ടിയോ? അപ്പൊ ബാക്കിയുള്ളവരോ? എന്റെ കാര്യം പോട്ടെ, നിന്റെ അമ്മ അച്ഛൻ അവരെന്ത് തെറ്റ് ചെയ്തു? നീ സ്വയം നശിക്കുന്നുണ്ട് നിസ്സാരമായിട്ട് കരഞ്ഞോട്ട് ദിവസങ്ങൾ തള്ളി നീക്കിയതാ. ആ പാവങ്ങൾ, അവരെ കുറിച്ച് നീ ഓർത്തോ? നീ വെറും സ്വാർത്ഥനാദി. അവൻ അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി. എൻ്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടി മീനു. എന്ത് ചോദ്യം? നീ എൻ്റെ ആരാണെന്ന ചോദ്യം. നീ എൻ്റെ എല്ലാമാണ്, എല്ലാം. അവൾ അവൻ്റെ ഷർട്ടിൽ നിന്നും കൈയെടുത്തു. എന്നിട്ട് കണ്ണുകൾ തുടച്ചു. മെല്ലെ അവൻ്റെ അടുത്തിരുന്നു. എവിടെയായിരുന്നു? ചെന്നൈ. ഒരു കൂട്ടുകാരുണ്ട് അവിടെ. എല്ലാവരെയും വിട്ട് അവിടേക്ക് പോയപ്പോൾ നിനക്ക് സമാധാനം കിട്ടിയോ? ഇല്ല, എൻ്റെ ഹൃദയം ഇവിടെ വിട്ടിട്ടാ പോയതെന്ന് പിന്നെ മനസ്സിലായി. ഒന്ന് വിളിച്ചൂടായിരുന്നു? ആവായിരുന്നു, പക്ഷെ കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു. അതാ. അവൾ ചോദ്യഭാവത്തിൽ അവനെ നോക്കി. അവനത് അവഗണിച്ചു. എന്നിട്ട് അവളുടെ ബാഗിലും തലോടി. നീ പോവാൻ നിൽക്കുമായിരുന്നോ? ആ. നിനക്ക് ആ ഹോസ്പിറ്റലിലെ ജോലി രാജിവെക്കാൻ എന്തൊക്കെയാ ഫോർമാലിറ്റീസ്? എന്തിനാ? പറയടൂ. അങ്ങനെ കാര്യമായിട്ടൊന്നും വേണ്ടിവരില്ല. 1 മാസം മുമ്പ് എഴുതി കൊടുത്താൽ മതി. എന്നാൽ നാളെ തന്നെ എഴുതി കൊടുത്തേക്ക്. നീ കള്ളുടിച്ചിട്ടുണ്ടോ ആദി? അവൻ പുൻസിരിയോട് അവളെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് ആ മുഖത്തിന് നേരെ ഊതി. മണക്കുന്നുണ്ടോ? അവളിൽ നിന്ന് തലയാട്ടി. ചെന്നൈയിൽ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിനക്ക് ജോലി ശരിയാക്കിയിട്ടുണ്ട്. ഓഹോ, എനിക്ക് പണി അന്വേഷിക്കാനാണോ നീ ആരോടും പറയാൻ നാട് വിട്ട്? വല്ലാത്ത മാനസിക രോഗം തന്നെ. അവൻ അവളുടെ കാതിൽ വേദനിപ്പിക്കാമെന്ന് കടിച്ചു. എടി പൊട്ടി, എനിക്ക് അവിടെ ഒരു ജോലി കിട്ടിയിട്ടുണ്ട്. അടുത്ത ആഴ്ച ജോയിൻ ചെയ്യണം. നീ കൂടെയില്ലാതെ വയ്യ. അതുകൊണ്ടാ നിന്നെയും കൊണ്ടുപോകാന്ന് വെച്ചത്. മീനാക്ഷി അവൻ്റെ കവളിൽ മുഖം ചേർത്തു. നിനക്ക് എന്നോട് ദേഷ്യം തോന്നിയിരുന്ന ആദി? തീർച്ചയായിട്ടും ദേഷ്യവും വേദനയും തോന്നി. പക്ഷേ വെറുത്തില്ല. അതിന് കഴിയായിരുന്നില്ല. നിന്നെത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് മാറിയിരുന്നപ്പോൾ ഞാൻ അറിയുകയായിരുന്നു. സോറി. അവൾ അവൻ്റെ നെറ്റിയിൽ അധരങ്ങൾ അമർത്തി. വാ, നിന്നെ ഹോസ്റ്റലിൽ എത്തിക്കാം. സത്യമായിട്ടും? ആദ്യടി ട്രെയിനിൽ തൂങ്ങി പിടിച്ച് പോകണ്ട. സന്തോഷത്തോടെ അവൾ ബാഗ് എടുത്ത് മുത്തശ്ശിയോട് യാത്ര പറഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അവിടെ ശ്രീദേവി ടീച്ചറുടെ കാറുണ്ടായിരുന്നു. നീ വീട്ടിൽ പോയിട്ടാണോ വന്നേ? അതെ, അല്ലെ നീ എന്നെ ചീത്ത വിളിക്കില്ലേ? ചിലപ്പോൾ തല്ലിയെന്നും വരും. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് കാറിൽ കയറി. മണിക്കൂറുകൾ നീണ്ട യാത്രക്കൊടുവിൽ ഹോസ്റ്റലിൽ എത്തി. അനുപമയും ജിൻസി അവരെയും നോക്കിയിരിക്കുകയായിരുന്നു. എല്ലാവരും ചേർന്ന് അടുത്തുള്ള ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചു. തൻ്റെ കൂട്ടുകാരികളോട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ആദിത്യനെ കണ്ടപ്പോൾ മീനാക്ഷിയുടെ മനസ്സ് നിറഞ്ഞു. ഞാൻ ജയിച്ചിരിക്കുന്നു ആദി, ഇനി ഒരിക്കലും നിനക്ക് വേദനിക്കേണ്ടി വരില്ല. ആദിത്യൻ തിരിച്ചു പോവുകയാണ്. അവൻ മീനാക്ഷിയുടെ അടുത്തേക്ക് വന്നു. മീനു, ഞാൻ പോയിട്ട് വരാം. സൂക്ഷിച്ചു പോണേ, അവൾ അപേക്ഷിച്ചു. ഫേസ്ബുക്കിലെ കഥ പൂർത്തിയാക്കണം. നാശത്തിൻ്റെ പടുകുഴിൽ നിന്നും സൂര്യനെ കൈപ്പിടിച്ചുയർത്തിയ മാലാഖയെ പറ്റി എഴുതണം. അവരൊന്നിച്ച് പുതിയ ജീവിതം തുടങ്ങുന്നിടത്ത് കഥ അവസാനിക്കട്ടെ. എൻ്റെ പൊന്നെ, വേണ്ട. ഇനി ആ പേര് പറഞ്ഞ് മുങ്ങാനല്ലേ? ഞാൻ ഇത്രയും നാൾ അനുഭവിച്ചൊന്നും പോരാ അല്ലേ? അവൻ ഉറക്കെ ചിരിച്ചുകൊണ്ട് അവളെ ചുറ്റിപ്പിടിച്ചു. സത്യമായിട്ട് ഇനി ഞാനങ്ങനെ ചെയ്യില്ല. നീ ഇനി എഴുതണം. അല്ല, നമ്മൾ ഇനി എഴുതും. അവളുടെ കവിളിലൊന്ന് ഉമ്മ വെച്ച ശേഷം അവൻ കാറിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ കയറി. ഞാൻ പോട്ടെ, 1 മാസം തികയുന്നെന്ന് വരാം. അവൾ തലയാട്ടി. കാറ് ദൂരെ മറയുന്നു നോക്കി അവൾ നിന്നു. 30 ദിവസങ്ങൾ. വെറും 30 ദിവസത്തെ ദൂരം മാത്രമേ ഉള്ളൂ ആദിയുടെ കൂടെയുള്ള ജീവിതത്തിലേക്ക്. നാളുകൾ എണ്ണിയാൻ കാത്തിരിക്കും. പണ്ട് ആദിയുടെ വീട് നോക്കാൻ വേണ്ടി ജനൽ തുറന്നപ്പോൾ തഴുകിയ പോലെ ഒരു കാറ്റ് അവളെ പുണർന്നു. ആ കുളിർമയിൽ മീനാക്ഷിയുടെ മനസ്സും ശരീരവും തണുത്തു. പ്രണയപൂർവ്വമുള്ള കാത്തിരിപ്പ് ആരംഭിക്കുകയാണ്.